ഇന്നലെ പറഞ്ഞ വചനമൊക്കെ ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും. ഇന്നലത്തെ കണ്ടിന്യൂഷൻ ആണ് ഇന്ന്. ഓർമ്മയുണ്ടാന്ന് വിശ്വസിക്കുന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ഇന്നലെ കുറിവാക്യായിട്ട് വായിച്ചത് എബ്രായർ 12:2 ഒന്നുകൂടെ വായിക്കാം സാർ മിസ്റ്റർ. ലേഖനം 12:2 വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം ലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. ആമേൻ, സ്തോത്രം. നമ്മളെപ്പോഴും നമ്മളെ വിശ്വാസം എപ്പോഴും ദൈവത്തിന്റെ വിശ്വാസം നായകനും പൂർത്തി യേശുവിനെ നോക്കാം. അപ്പൊ ആ നായകനായ യേശു കർത്താവിന്റെ വിശ്വാസമായിരുന്നു നമ്മൾ ഉണ്ടാകേണ്ട വിശ്വാസം. അതിനെ യൂദാ പറയുന്ന അതിവിശുദ്ധ വിശ്വാസം എന്ന്, പത്രോസ് പറയുന്ന ഹല്ലേലൂയ നമ്മുടെ വിശ്വാസം. പത്രോസും വിശ്വാസത്തെ കുറിച്ച് പറയുന്നു. അപ്പൊ വിശ്വാസം നമ്മൾ അതിവിശുദ്ധ വിശ്വാസമാണ്. ആ വിശ്വാസം നമ്മൾ ഉണ്ടാകണമെങ്കിൽ, നമ്മൾ വളരണമെങ്കിൽ നമ്മൾ എന്താണ്? വചനം എന്ന മായമില്ലാത്ത പാല് കുടിക്കണം. ഹല്ലേലൂയ. ആ പാല് കുടിച്ച് നമുക്ക് വളരാൻ കഴിയുള്ളൂ. അപ്പൊ നമുക്കൊരു വാഞ്ച കൊണ്ടാണ് വചനത്തോട് ഹല്ലേലൂയ വലിയ ദാഹം ഉണ്ടാകുന്നുണ്ട്. വചനത്തിനായിട്ടുള്ള വിശപ്പും ദാഹവും നമ്മൾ ഉണ്ടാകണം. അത് ഉണ്ടാകുന്നില്ല എങ്കിൽ നമുക്ക് എന്തോ കുഴപ്പമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് അത് എല്ലാവരും ശോധന ചെയ്ത് നോക്കണമെന്നാണ് ഇന്നലെ പറഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞത് ഹല്ലേലൂയ യേശു കർത്താവിനെ കുറിച്ച്. ഹല്ലേലൂയ ആമേൻ. വചനം എന്ന മായമില്ലാത്ത പാല് കുടിക്കുന്നതിനെ കുറിച്ച് അടുത്ത വാക്യം പറഞ്ഞത് നമ്മള് ഹല്ലേലൂയ ആമേൻ. പിന്നെ നമ്മളെ കേൾക്കുന്ന വചനം എന്തെങ്കിലുമൊക്കെ കേട്ടാൽ ഈ വിശുദ്ധ വിശ്വാസം വർദ്ധിക്കത്തില്ല. ദൈവത്തിന്റെ വചനം തന്നെ കേൾക്കണം, ദൈവത്തിൽ നിന്ന് തന്നെ കേൾക്കണമെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ നമ്മൾ വചനത്തിനായിട്ട് വാഞ്ചിക്കണം. നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് വചനം എന്ന എന്താ പറയാ കെടുന്ന ബീജത്താൽ കിടാത്ത് നിൽക്കുന്ന ദൈവത്തിന്റെ വചനത്താൽ വീണ്ടും ജനിച്ചു. അതുകൊണ്ട് ആ വചനം തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റി നമുക്ക് ശരിയും തെറ്റുമൊക്കെ തിരിച്ചറിയാനും നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകാനും നടക്കുകയുള്ളു. അതുപോലെ മനുഷ്യ അപ്പം കൊണ്ട് മാത്രം ദൈവത്തിന് സകല വചനത്താലും ജീവിക്കുന്ന വചനം പോലെ നമ്മുടെ ജീവിതത്തിൽ പല സകലതും ചെയ്തു തരാൻ വചനത്തിന് കഴിയുമെന്നുള്ളത് അടുത്ത നമ്മളിൽ ഉണ്ടാകുന്ന വിശുദ്ധ വിശ്വാസത്തെ കുറിച്ച് നമ്മൾ പഠിച്ച വിശുദ്ധ വിശ്വാസം നമ്മൾ ഉണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ എന്താ പറയുക, നമുക്കൊരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം. ആരോടാ? പിതാവിനോട് അതിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടായിരിക്കണം കൂട്ടായ്മ. എന്ന് നമ്മൾ കാണുന്നത് ദൈവം കാണുന്ന പോലെ കാണണം, ദൈവം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കണം, ദൈവം കേൾക്കുന്ന പോലെ കേൾക്കണം. അങ്ങനെ നമ്മൾ പറഞ്ഞ കാര്യം നമ്മൾ പലപ്പോഴും കർത്താവിനെ കുറിച്ച് ഹാലയിൽ ഒരുപാട് പറയുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ നമ്മൾ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നുണ്ടോ? നമ്മൾ ദൈവമായിട്ട് കൂട്ടായ്മയുണ്ടോ? നമ്മുടെ കൂട്ടായ്മ ആരുമായിട്ടാകുന്നു എന്നുള്ളത്, നമ്മുടെ കൂട്ടായ്മ കർത്താവിനോട് ഹാലയില ദൈവത്തോട് ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞാൽ പോരെ, മറ്റുള്ളവർക്ക് നമ്മുടെ നടപ്പിൽ അത് മറ്റുള്ളവർ കാണണം. ഹാലയില അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഹാലലിയ. അപ്പം നമ്മുടെ ഹൃദയത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ച് ഒരു എരിവുണ്ടാകണം. ഹാലലിയ ആമി ഹാലേലി ആമിൻ. ആ എരിവ് നമ്മുടെ വളരുവാൻ ഇടയാക്കണം. അതിന് വേണ്ടി വായിക്കൊന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ തന്നെ 2-13 വാക്യം ഒന്ന് വായിച്ചേ. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ നിങ്ങൾക്ക് എഴുതുന്നു. 1 ജോൺ 2:13. അത് തന്നെ, പിതാക്കന്മാരെ ആദ്യമുള്ള നിങ്ങൾ വായിച്ചു. അത് തന്നെ ശരി. ഓക്കെ. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ നിങ്ങൾക്ക് എഴുതുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാൽ നിങ്ങൾക്ക് എഴുതുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. മതി സിസ്റ്റർ, ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയുന്നത് ആമേൻ 13 വാക്യം പറയുന്ന കാര്യം അനുസരിച്ച് നമുക്കിവിടെ 2-3 ആൾക്കാരെ പറയുന്നത് കുഞ്ഞുങ്ങളെ കുറിച്ച് പറയുന്നു, ബാല്യക്കാരെ കുറിച്ച്, പിതാക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇത് ആമേൻ കുഞ്ഞായിരിക്കുമ്പോഴതും ബാല്യക്കാരനായിരിക്കുമ്പോഴതും പിതാക്കന്മാരായിരിക്കുമ്പോഴതും വിശ്വാസത്തെ കുറിച്ച് അത് വളരുന്ന വിശ്വാസമാണ്. ആ വളരുന്ന വിശ്വാസത്തെ കാണിക്കുന്നത് നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ പാപബോധത്തെക്കുറിച്ച് ഇവിടെ പറയുന്ന ലാസ്റ്റ് കുഞ്ഞുങ്ങളെ നിങ്ങൾ പിതാക്കളെ അറിഞ്ഞിരിക്കുന്നത്. അവിടെ പറയുന്ന പിതാക്കന്മാർ ആദ്യം മുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് എഴുതുന്നു. ബാല്യക്കാരെ നിങ്ങൾ ദുഷ്ടന്മാരെ ജയിച്ചിരിക്കുന്നത്, കുഞ്ഞുങ്ങളെ നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കാൻ ഞാൻ നിങ്ങൾക്ക്. അപ്പം കുഞ്ഞായിരിക്കും നമുക്ക് എന്താ ദൈവത്തെ അറിയുന്നത്. അല്ലെങ്കിൽ വചനം നമ്മൾ പറയണം, വചനം എന്ന മായമില്ലാത്ത പാല് കുടിക്കണം. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പാലല്ലോ കുടിക്കുന്നത്, കട്ടിയാഹാരം കഴിക്കണം. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് നമുക്ക് എന്താ വെച്ചാൽ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്ന തെറ്റും ശരിയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. തെറ്റിയ ചിന്തകൾ ഉണ്ടാകും. പക്ഷേങ്കില് നമ്മളെ കുറച്ച് ഈ വചനം നമ്മളെ ശക്തരാക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ ബാല്യക്കാരോട് പറയുന്നത് എന്താ പറയുന്നത്? ബാല്യക്കാരെ നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിട്ട് നിങ്ങൾക്ക് എഴുതുന്നത്. അപ്പൊ ബാല്യക്കാർ കുറച്ച് യൗവനത്തിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ശക്തി പ്രാപിക്കും. ശക്തി പ്രാപിക്കുമ്പോൾ നമ്മളത് ദുഷ്ടനെ ജയിക്കാനുള്ള ശക്തി പ്രാപിക്കും, അല്ലേ?
നമ്മൾ വിശ്വാസത്തിൽ വരുന്ന സമയത്ത് തന്നെ ദുഷ്ടനെ ജയിക്കാനൊക്കെ നമ്മൾ ശക്തി പ്രാപിക്കില്ല. അന്ന് നമുക്ക് ഭയങ്കര പാവം ഏത് നല്ലത് ഏത് അങ്ങനെ മൊത്തം കൺഫ്യൂഷൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ അറിവ് പ്രാപിച്ച് വരുന്ന ഭാഗമായിരിക്കും. പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയാ നമ്മൾ ശക്തരാകുന്നത് എങ്ങനെയാ? നമ്മൾ യേശുക്രിസ്തു നിങ്ങൾ ശക്തി ധരിക്കണം, ബലവാനെ പിടിച്ചിട്ട് നമുക്ക് ശക്തി വേണം അല്ലേ? ആ ശക്തരാകുന്ന എന്തുകൊണ്ടാണ്? നമ്മളെ പിശാച് പലപ്പോഴും ഹാലേലിയ ചില രോഗത്തിലും ചില ഭാരത്തിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുടുക്കി ഇങ്ങനെ ബന്ധിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 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 മൂലയ്ക്ക് ഇരുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാ? നമുക്ക് അവനോട് എതിർത്ത് നിൽക്കാൻ ശക്തിയില്ലാത്തതുകൊണ്ടാ. നമ്മുടെ കുഞ്ഞുനാളിലെ കൊച്ചുങ്ങൾ നമ്മൾ എടുത്തായിരുന്നു, നമ്മൾ കുഞ്ഞുങ്ങളെ കഴിഞ്ഞാൽ നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കും, അവർ നടക്കാനായിട്ട് നമ്മൾ പിടിച്ച് നടത്തുകയൊക്കെ ചെയ്യും. പക്ഷേ അവർ വളർന്നു വരുമ്പോൾ ഒരു 15 വയസ്സൊക്കെ ആയാലും 16 വയസ്സ് 17 വയസ്സൊക്കെ ആകുന്നവരെ നമുക്ക് ഇപ്പോഴും ഫീഡ് ചെയ്ത് കൊടുക്കുകയും പിടിച്ച് നടത്തുകയും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അവര് ശക്തി പ്രാപിച്ച് തന്നെ. അതുപോലെ തന്നെയാണ് നമ്മൾ വചനത്തിൽ നമ്മൾ ഹാലേലിയ വചനം നമ്മൾ ഭക്ഷിക്കും തോറും നമ്മൾ ശക്തി പ്രാപിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ശക്തി വരുന്നില്ല എങ്കിൽ നമ്മൾ വചനം കഴിക്കുന്ന വചനത്തിന് അല്ലെ നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണത്തിന് എന്തോ കുഴപ്പമുണ്ട്. ഇപ്പോഴും നമ്മൾ ഒരു വയസ്സുകാരന്റെ ആരോഗ്യം നമ്മൾ ഉള്ളൂ എങ്കിൽ നമ്മൾ ഡെയിലി എന്താണ് ഈ ഭക്ഷിക്കുന്നത്? നമ്മുടെ അകത്തെ മനുഷ്യനാണ്, നമ്മൾ മനുഷ്യൻ. നമ്മൾ വീണ്ടും ജനിച്ചു കഴിഞ്ഞ് നമ്മൾ പുറമേയുള്ള മനുഷ്യനെ അല്ല അകമേയുള്ള മനുഷ്യനെ ഫോക്കസ് ചെയ്യുന്നത്. അകമേയുള്ള മനുഷ്യനെ എന്നും നമ്മൾ ഫീഡ് ചെയ്യുന്നത് എന്താണ്? ആ ഫീഡ് ചെയ്യുന്നത് എന്താണെന്നനുസരിച്ച് നമ്മൾക്ക് ശക്തി വരത്തുള്ളൂ. പണ്ടൊരിക്കൽ എനിക്കൊന്ന് സാമ്പാസ്റ്റ് പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ 2 പട്ടിക്കുട്ടികളാണ്. പുറമേ ഉള്ള മനുഷ്യർ കറുത്ത പട്ടിക്കുട്ടി, അകമയുള്ള മനുഷ്യർ വെളുത്ത പട്ടിക്കുട്ടി. അല്ലല്ലേ പാസ്റ്റ് എപ്പോഴും അതെനിക്ക് ഒരു ഇത് ഭയങ്കരമായിട്ട് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇതിങ്ങനെ നിൽക്കുന്ന ഒരു കാര്യം. അപ്പം അകമയുള്ള പട്ടിക്കുട്ടിയെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഫീഡ് ചെയ്ത് ഡെയിലി കൊടുത്ത് വളർത്തിക്കൊണ്ടുവരണം. വചനമൊക്കെ കൊടുത്ത് നമ്മൾ ഡെയിലി അതിനെ വലുതാക്കി ശക്തീകരിപ്പിച്ച് കൊണ്ടുവരണം. പക്ഷെ പുറമേ ഉള്ള മനുഷ്യൻ കറുത്ത പട്ടിക്കുട്ടിയെ പട്ടിണി കിട്ട് അവൻ ഷേപ്പിച്ച് കൊണ്ടുവരും. പക്ഷേ ഇതിപ്പോ നമ്മുടെ ഇവിടെ നടക്കുന്ന നേരെ ഓപ്പോസിറ്റാണ്. കാരണം തിങ്കളാഴ്ച തുടങ്ങി ശനിയാഴ്ച വരെ പുറമേ ഉള്ള കറുത്ത പട്ടിക്കുട്ടി നമ്മൾ തീറ്റും. ഞായറാഴ്ച ദിവസം രാവിലെ തുടങ്ങി ചത്തിലോട്ട് വന്നത് പിളുത്ത പട്ടിക്കുട്ടി കുത്തി കയറ്റി കൊടുക്കും. എല്ലാം കൂടെ ഒരു ദിവസം അങ്ങോട്ട് ഭയങ്കര ആരാധനയും പാട്ടും എല്ലാം വചനം ഒക്കെ ആയിട്ട് അവസാനം അത് ഛർദ്ദിക്കാവുന്ന രീതിയിലാകുമ്പോൾ ആനയെ കൊണ്ട് വീട്ടിലിടും. പിന്നെ ഒരാഴ്ചത്തേക്ക് പിന്നെ 5-6 ദിവസത്തേക്ക് അത് പട്ടിണിയാണ്. അപ്പൊ ഏത് പട്ടിയായിരിക്കും ബലം പ്രാപിച്ചത്? അപ്പൊ നമ്മുടെ പുറത്ത് ആ കറുത്ത പട്ടിയാണ് ബലം പ്രാപിച്ചിരിക്കുന്നത്. നമ്മുടെ ജഡം തന്നെയായിരിക്കും നമ്മൾ ബലം പ്രാപിച്ച് നിൽക്കുന്നത്. പക്ഷെ നമ്മള് ഈ ഡെയിലി ഈ പുറമേയുള്ള ജഡത്തിനെ ഫീഡ് ചെയ്യും തോറും നമ്മൾ അകമേയുള്ള മനുഷ്യനെ ഫീഡ് ചെയ്യാൻ മറക്കുന്നെങ്കിൽ, അകമേയുള്ള മനുഷ്യന് വേണ്ടതുപോലെ കൊടുക്കും, നമ്മൾ ആത്മീയമായി ശക്തി പ്രാപിക്കത്തില്ല. നമ്മൾ എപ്പോൾ വിശ്വാസത്തിൽ വന്ന് 10 വർഷം കഴിയും, 15 വർഷം കഴിഞ്ഞാൽ, 20 വർഷം കഴിഞ്ഞാലും വർഷത്തിന് കണക്ക് പറയാൻ പറ്റും. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആയിരിക്കത്തില്ല. അപ്പൊ ശക്തി ധരിക്കാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ അകത്തെ മനുഷ്യന് വളർച്ച പ്രാപിക്കണം, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് വളർച്ച. നമ്മുടെ വിശ്വാസം അന്നപ്പോഴുള്ള വിശ്വാസം കർത്താവ് യേശുക്രിസ്തു രക്ഷകനാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സ്വർഗത്തിൽ പോവും. അല്ലെങ്കിൽ നമ്മൾ ഹല്ലേലൂയ രക്ഷയുടെ സന്തോഷം അറിയാൻ പറ്റും. ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക്. അല്ലെങ്കിൽ എനിക്ക് രോഗം മാറി, അതുകൊണ്ട് എനിക്ക് യേശുവിനെ അറിയാം, എനിക്ക് യേശുവിനെ എടുക്കാൻ ഒരു ജോലി കിട്ടാൻ എനിക്ക് യേശുവിനെ അറിയാം, എനിക്ക് കടഭാരം മാറി മറ്റേ യേശുവിനെ അറിയാം. ഇത്രയും നമുക്ക് നോളജ് ഉള്ളൂ എങ്കിൽ, യേശുവിനെ കുറിച്ച് അത്രയും അറിയാൻ പറ്റുന്നുള്ളെങ്കിൽ നമ്മൾ ശക്തിയില്ലാത്തവർ ആണ്, നമ്മൾ വളർച്ചയില്ലാത്തവരാണ്. അങ്ങനെ നമുക്കൊരു വിഷയം വന്നോടനെ നമ്മൾ ഫോണെടുത്തും അവരെ വിളിക്കും പ്രാർത്ഥിക്കണേന്ന് പറയും. ഇതായിരിക്കും നമ്മുടെ അവസ്ഥ. നമ്മൾ എന്നും അങ്ങനെ ഇരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളെ ആഗ്രഹിക്കുന്ന ക്രിസ്തു എന്ന തലയോളം വളരണമെന്ന ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെ കുറിച്ച്, അല്ലേ? ക്രിസ്തു എന്ന തലയോളം വെറുതെ വളരത്തില്ല. വല്ലതും കഴിക്കണം വളരണമെങ്കിൽ. ആമീൻ. വല്ലതൊക്കെ പ്രാപിക്കണം വളരണമെങ്കിൽ. ഹല്ലേലൂയ. നമ്മൾ അകത്തെ മനുഷ്യൻ വളരണമെങ്കിൽ വചനത്താലും പരിശുദ്ധാത്മാവിനാലും അല്ലാതെ വളരാൻ കഴിയത്തില്ല. നമുക്ക് ആത്മീയ വർധന വരണമെങ്കിൽ നമ്മൾ അന്യഭാഷ സംസാരിക്കുന്നവൻ അങ്ങനെ അവനവന് തന്നെ ആത്മീയ വർധന വരുത്തുന്നു. അല്ല, വചനം നമ്മളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ വചനം നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ ആത്മീയമായിട്ടുള്ള സകല മേഖലയിലും നമുക്ക്. അപ്പൊ അതുകൊണ്ട് വചനം നമ്മൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ് ഇന്നലെ തമ്മിൽ പറയുന്നത്. അപ്പൊ ഇവിടെ യോഹന ഇവിടെ ബാല്യക്കാർ, അത് കഴിഞ്ഞ് പിതാക്കന്മാരായി കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? പിതാക്കന്മാരായി കഴിഞ്ഞാൽ നമ്മൾ ഹല്ലേലൂയ നമ്മൾ അനേകരെ അതുപോലെ നേടുകയും നടത്തുകയും ചെയ്യണം. പിതാക്കന്മാരാകുമ്പോഴത്തേന് നമ്മളൊരു കുഞ്ഞായിരിക്കുന്നതും ഒരു യൗവനക്കാരനായിരിക്കുന്നതും ഒരു അപ്പനാകുന്ന വ്യത്യാസമുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ ദൈവവചനത്തിൽ സംഭവിക്കേണ്ടത്.
അപ്പൊ പിതാക്കന്മാരായി കഴിഞ്ഞാൽ അനേകരെ നേടണം. നമ്മൾ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ അനേകരുടെ അടുക്കിലേക്ക് പോകണം. നമ്മൾ അനേകരോട് നമ്മൾ അറിഞ്ഞ കർത്താവിനെ കുറിച്ച് പറയണം. നല്ല സൗഖ്യത്തെ കർത്താവ് നമുക്ക് തന്നതിനെ കുറിച്ച് പറയണം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു നല്ല പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങിയെന്നിരുന്നോട്ടെ. അവിടെ പോയി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ബാത്റൂം, അവിടെ നല്ല റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ, നല്ല ഫുഡാണ് കേട്ടോ, കഴിക്കണേ. അല്ലെങ്കിൽ അവർ നമ്മളെ കൊണ്ടൊരു ബുക്കുണ്ട് അവിടെ, ഇവിടെയൊക്കെ നമ്മൾ അതിൻ്റെ റിവ്യൂ എഴുതിപ്പിക്കും. അവരെല്ലാം കൊണ്ടുവന്നിട്ട് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു, റെസ്റ്റോറൻറ്റുകളൊക്കെ നമ്മളെ കൊണ്ട് റിവ്യൂ. അപ്പോൾ നമ്മൾ റിവ്യൂ എഴുതും. അപ്പോൾ നമ്മൾ ആരും പറയാതെ അവരോട് പറയും നല്ല ഫുഡാണ് കേട്ടോ, അവിടെ പോയി. അവർ നമുക്ക് പൈസ ഒന്നും തന്നിട്ടൊന്നുമല്ല. ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഷാർജയാണ്, ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു സുനീസ് കിച്ചൺ ഉണ്ട്, നല്ലത് കേട്ടോ, അവിടെ പോയി കഴിക്കാൻ ആൾക്കാരോട് പറയുമ്പോഴത്തേന് വെച്ചാൽ അടുത്ത് ഏതാ നല്ല റെസ്റ്റോറൻറ്റ് ചോദിച്ചാൽ അത് ചോദിക്കാതെ തന്നെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഫുഡ് നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ പറയും, റിവ്യൂ പറയും ആൾക്കാരോട് പറയാൻ. ഞാൻ ചോദിക്കുന്ന ഈ യേശുവിനെ കുറിച്ച് ഇതുപോലെ നമ്മൾ എത്ര പേരോട് പറയുന്നുണ്ട്? എൻ്റെ യേശു എനിക്ക് നല്ലവനാ, എനിക്ക് ഇന്നതുപോലെ യേശുവിനെ അറിഞ്ഞപ്പോഴത്തെ ഇന്നതുപോലെ സന്തോഷം വന്ന്, അല്ലെങ്കിൽ സമാധാനം വന്ന്, അല്ലെങ്കിൽ സൗഖ്യം വന്ന്, അല്ലെങ്കിൽ എനിക്ക് രക്ഷ വന്നു, അല്ലെങ്കിൽ ഇത് വന്ന്, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഐശ്വര്യം ഒന്ന് അറിയട്ടോ, നിങ്ങളെ ബൈബിളൊന്ന് വായിക്കട്ടോ, അല്ലെങ്കിൽ നിങ്ങളെ സഭയിലൊന്ന് കടന്നു പോകട്ടോ. ഇത്രയോടെ നമ്മൾ പറയാറുണ്ട്. പറയാറുണ്ടോ? എന്താ അനങ്ങാതിരിക്കുന്നേ? ഞാൻ നിങ്ങളോടല്ലേ സംസാരിക്കുന്നത്? ഹല്ലേലൂയ. ഒരനക്കും എല്ലാവർക്കും ആമേൻ. അപ്പൊ നമ്മള് ചെയ്യാറുണ്ടോ ഇത്? നമുക്ക് നല്ലവനായ ഞായറാഴ്ച ദിവസം പള്ളിയിൽ ചെന്നിരിക്കുമ്പോൾ ആർക്കും എന്താ പറയാ, പിന്നെ സാക്ഷ്യം പറയണ കഴിഞ്ഞ ആഴ്ച ദൈവം എനിക്ക് നല്ലവനും വല്ലവനുമായിരുന്നു എന്ന് പറയുന്ന ക്ഷേമം പിന്നെ ഇതുവരെ ആയുസോടെ അറിവത്തെ കാത്ത് പരിപാലിച്ച് ഇത് പറയുന്നതല്ല നമ്മൾ പറയുന്ന കാര്യം, സാക്ഷ്യം പറയുന്ന കാര്യം. ഇത് പറഞ്ഞില്ലെങ്കിലും ദൈവം നല്ലവനും വല്ലവനും തന്നെ, അതിനൊരു മാറ്റവും ഇല്ല. അത് നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല. ദൈവം എല്ലാവർക്കും നല്ലവനും വല്ലവനാണ്. ഹല്ലേലൂയ. നീതിമാനും ദുഷ്ടനും ഒരുപോലെ മഞ്ഞുമഴ വേഗം ദൈവം എന്ന് പറഞ്ഞ ദൈവത്തെ കുറിച്ച്. ഹല്ലേലൂയ. പക്ഷേല് നമ്മൾ പറയണം നമ്മുടെ കർത്താവിനെ കുറിച്ച്. അവരെ അറിയാത്തവരെടുക്കിലേക്ക് എങ്ങനെ പറയണം? എനിക്ക് എൻ്റെ കർത്താവ് എന്തായിരുന്നു? എനിക്ക് എൻ്റെ കർത്താവിനെ കിട്ടിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റം വന്നു? ഹല്ലേലൂയ. അവിടെ നമ്മളിപ്പോൾ സമാധാനമില്ലാത്ത, നമുക്ക് എന്തുകൊണ്ടാണ് നന്നായിട്ട് ഉറങ്ങാൻ കഴിയാത്തതിൻ്റെ കാര്യം? സമാധാനമില്ലാത്തതുകൊണ്ടാണ്. ദൈവകൃപയാൽ 10ന്റെ കാശില്ലെങ്കിലും 4 ചുറ്റും തലയ്ക്കാനിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും കട്ടിൽ കാണുന്നതിന് മുമ്പ് നമ്മൾ ഉറങ്ങും. കാരണം ലോകത്തിലുള്ളവർക്ക് അത് കഴിയത്തില്ല. കാരണം അവരുടെ തലയിൽ അവരുടെ ചിന്താമണ്ഡലത്തെ ചിന്തകൾ ഇട്ട് അവരെ ചിന്തിപ്പിച്ച്, അല്ലെങ്കിൽ വശം കെടുത്തി, അല്ല അവർക്ക് ഉറക്കം നഷ്ടപ്പെടുത്തി, അല്ല എത്രയോ കാശുള്ളവർക്കൊന്നും മര്യാദയ്ക്ക് ഉറങ്ങാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞാൽ കേൾക്കാറുണ്ട്. ശരി, ദൈവം കൃപയാൽ ഒന്നുമില്ല. നമ്മൾ പത്രോസിനെ കുറിച്ച് വായിച്ച കാരാഗൃഹത്തിൽ കിടക്കുക, പിറ്റേ ദിവസം തല വെട്ടുവാണോ എന്തിയാന്നറിയത്തില്ല, കൂടെ യാക്കോബിനെ വാളിനെ കൊന്നു കഴിഞ്ഞു, പത്രോസ് സുഖമായിട്ട് കിടന്നുറങ്ങുന്ന എഴുതിയേക്കുന്നത്. അടച്ച് ദൂതൻ ചെന്ന് തട്ടി ഉണർത്തിയപ്പോഴാണ് വന്നത് പത്രോസ്. കാരണം എന്താ? പത്രോസിന് ഒരു ടെൻഷനും ഇല്ല. നാളെ എന്താകും? കർത്താവ് യേശുക്രിസ്തു നാളെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടണ്ട. ഹല്ലേലൂയ. അങ്ങനെ വിചാരപ്പെടാതെ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിചാരപ്പെടാതെ ഹല്ലേലൂയ കിടന്നുറങ്ങാൻ കഴിയണം. അവിടെയാണ് നമുക്ക് ദൈവത്തിന്റെ സമാധാനം നമ്മളോട്. ഇങ്ങനെ ഒരു സമാധാനം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് നാളെ മറ്റുള്ളവർ പറഞ്ഞു, എനിക്ക് എൻ്റെ ജീവിതത്തിൽ സമാധാനമില്ലാതെ ഞാൻ നടന്ന സമയമായിരുന്നു, പക്ഷെ എനിക്കൊരു സമാധാനമായിട്ട് എൻ്റെ കർത്താവ് എൻ്റെ ഉള്ളിലേക്ക് വന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമില്ലേ? കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അടുത്തിലേക്ക് ചെന്നാൽ മതി എന്ന് പറയണം. ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവരോട് ഒരു നല്ല റെസ്റ്റോറൻറ്റിൽ പോയാൽ, നല്ലൊരു ടെക്സ്റ്റൈൽസിൽ പോയാൽ, ഞാൻ സാറാ മിസ്റ്റർ ചോദിക്കാം, സാറാ മിസ്റ്റർ കുത്തി വാങ്ങിക്കുന്നത് എവിടെ നിന്ന്? കാരണം കരുനാഗപ്പള്ളി ഒരു കടയുണ്ട് സിസ്റ്റർ, നല്ലതാണെന്ന് പറയും അല്ലേ, പറയാറില്ലേ? കാരണം എന്താ വെച്ചാൽ സാറാമസ് സ്ഥിരം അവിടെ പോയി വാങ്ങുമ്പോൾ അവിടുത്തെ സാധനങ്ങൾ റീസണബിൾ പ്രൈസാണ്, നല്ല ക്വാളിറ്റിയാണ്, ഹല്ലേലൂയ, നല്ലതായതുകൊണ്ട് അത് നല്ലതാണെന്ന് എന്നോട് പറയാറുണ്ടല്ലേ. യേശുവിനെ കുറിച്ച് എത്ര പേരോട് ഇതുപോലെ നമ്മൾ പറയും? ഹല്ലേലൂയ. അപ്പം ഇതുപോലെ നമ്മൾ പറയുന്നവരായിരിക്കണം. അപ്പം അതുകൊണ്ട് നമുക്കൊരു വളർച്ച വേണം, വിശ്വാസത്തിൽ ഒരു വളർച്ച വേണം, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഒരു വളർച്ച വേണം. ഇത് വരണമെങ്കിൽ എന്താ? നമ്മൾ ദൈവത്തെ കൂടുതൽ അറിയണം. കൂടുതൽ ദൈവത്തെ അറിയുന്നത് എങ്ങനെയാ? നമ്മൾ വചനത്തിലൂടെയാണ് ദൈവത്തെ അറിയുന്നത്. ഹല്ലേലൂയ. വചനം നമ്മുടെ ജീവിതത്തിൽ ഒരു വളർച്ച തരും. ഹല്ലേലൂയ. വചനത്തെ കൂടുതൽ ദൈവത്തെ അറിയാൻ ശ്രമിക്കും. അപ്പൊ ദൈവത്തെ അറിയാണ്ട് വേറെ ഒരു വഴിയുമില്ല. ആരെങ്കിലും പറയുന്ന ദൈവത്തെ, മറ്റുള്ളവർ പറയുന്ന ദൈവത്തെ അല്ല നമ്മൾ അറിയേണ്ടുന്നത്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ നമുക്ക് സ്വന്തമായിട്ട് ദൈവത്തെ പരിചയപ്പെടുത്താൻ പലർക്കും പറ്റും. പക്ഷെ നമ്മളൊരു റെസ്റ്റോറൻറ്റ് നമ്മളെ പരിചയപ്പെടുത്തുമ്പം അവർ നല്ലതാണ്, സൂപ്പറാണെന്നൊക്കെ പറയും. ഹല്ലേലൂയ. അത് എന്നിട്ട് അവിടെ പോയി കഴിക്കുമ്പോൾ അറിയും
അറിയാം നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത്. നമുക്ക് എങ്ങനെ ഇഷ്ടപ്പെടുന്നത്. പണ്ടൊക്കെ പണ്ട് തിയേറ്ററിലൊക്കെ പോകുന്ന കാലത്ത് വിശ്വാസത്തിൽ എഴുതുമ്പോൾ തിയേറ്ററിലൊക്കെ പോയി സിനിമയൊക്കെ ഉണ്ട്, ആ നല്ലതായിട്ടോ എന്ന് നമ്മൾ പറയും. ഇൻ കേസ് ഇപ്പൊ പന്നയാണെങ്കിൽ പൊട്ടപ്പെടാണ് നമ്മൾ ആരെങ്കിലും ചോദിച്ചാൽ ആ നല്ല പോയി കണ്ടോളം പറയും. കാരണം വെച്ചാൽ നമ്മുടെ കാശ് കഴിഞ്ഞ് അവരുടെ കാശോടെ പോകുമ്പോൾ സമാധാനമാകുന്നത് വിചാരിച്ചിട്ട്. അപ്പൊ ഇതുപോലെ അപ്പൊ അവർക്കത് ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഫുഡ് കഴിക്കുന്ന നമുക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് അവർക്ക് ഇഷ്ടപ്പെടുന്ന നിർബന്ധമില്ല. അപ്പൊ നമുക്ക് നല്ലതാണെങ്കിൽ അവർ അത്ര നല്ലതൊന്നും അല്ലായിരുന്നു സിസ്റ്റർ, അതെനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ലെന്ന് പറയും. കാരണം അതെങ്ങനെയാ അവർ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അവർക്കറിയാൻ പറ്റും. അതുപോലെ കർത്താവ് നമുക്ക് നല്ലല്ലേ മറ്റൊരാൾക്ക് നല്ലവൻ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എങ്ങനെയാണോ വെളിപ്പെട്ട കർത്താവ് അതുപോലെ ആയിരിക്കില്ല നമുക്ക് വെളിപ്പെടുന്നത്. ഒരാൾക്കൊരു സൗഖ്യദായകനായിട്ട് വെളിപ്പെട്ടിട്ടുണ്ടാകും, അവർക്ക് യേശുവിനെ അങ്ങനെ അറിയത്തുള്ളൂ. ഒരാൾക്ക് ചിലപ്പോൾ കടപ്പാരം മാറ്റി യേശുവിനെ അറിയത്തുള്ളൂ, ഒരാൾക്ക് ചിലപ്പോൾ രോഗം മാറ്റി യേശുവിനെ അറിയത്തുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിൽ. പക്ഷെ നമ്മൾ അറിയുന്ന യേശു അങ്ങനെയൊന്നും ആയിരിക്കരുത്. എൻ്റെ യേശു എനിക്ക് ആരാന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ യേശു സ്നേഹമാണെന്ന് ഞാൻ പറയത്തുള്ളൂ എപ്പോഴും. അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ ബാക്കി ഒരു നിർവചനം അതിനകത്തില്ല. ഹാലലൂയ. എൻ്റെ കർത്താവ് ഇപ്പം ശദ്രക്കും മേശ അഭിനവനെ കൊണ്ട് ചോദിച്ചു പറഞ്ഞു, ഞങ്ങളുടെ ദൈവം ജമുക്കനേസർ ഇതിനകത്ത് ആ മറുപടി പറയേണ്ട കാര്യം ഒന്ന്, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും നിന്റെ ദൈവത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല, നീ ഉണ്ടാക്കിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. കാരണം അവരുടെ ദൈവത്തെ അവർ പറഞ്ഞ് വിടുവിച്ചാലും ചില ആൾക്കാർക്ക് വിടുവിക്കുന്ന യേശുവിനെ മാത്രം മതി. പക്ഷെ അവർക്ക് പറയുന്നവരൊന്ന് വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും നീ നിർത്തിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. മറിയ നമ്മൾ കാണുന്നുണ്ട്, ഹാലയിലെ യേശുവിനെ കല്ലറയ്ക്ക് ചെന്ന് മറിയൊക്കെ എല്ലാവരും തിരിച്ചു പോയി. മറിയ അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കുക, എന്താ ആ ശവം എവിടെയെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അത് എടുത്തോണ്ട് പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട്. അതെങ്കിലും കിട്ടിയാൽ മതി. അവർ ചെന്നപ്പോൾ കല്ലറ തുറന്നു കിടക്കുന്നു, അവിടെ യേശുവിനെ കാണാനും ഇല്ല, യേശു അവിടെ ഇല്ലെന്ന്. അപ്പോൾ എല്ലാവരും പോയി, പക്ഷെ മറിയ പോയോ? മറിയ പോയില്ല. ഹാലയിലെ മറിയ എന്താ ചെയ്തേ? നിന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കുക. കാരണം മറിയയ്ക്ക് യേശുവിനെ, ജീവനുള്ള യേശു, അത്ഭുതം ചെയ്യുന്ന യേശുവിനെ ഒന്നും കിട്ടിയില്ലും കുഴപ്പമില്ല, ആ മരിച്ച ശവമായിരിക്കും ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്ന യേശുവിനെ കിട്ടിയാലും മതി. അതെവിടെ തോട്ടക്കാരൻ അതെവിടെ വെച്ചേക്കെന്ന് പറഞ്ഞ് ഞാനങ്ങ് എടുത്തോണ്ട് പോയിക്കോളാം. കാരണം അതാണ് ഹല്ലേലൂയ ഓരോരുത്തർക്കും യേശുവുമായിട്ടുള്ള ബന്ധം. മറ്റുള്ളവർക്കൊക്കെ എന്താ പറയുക, അത്ഭുതം ചെയ്യുന്ന യേശുവിനെ മതി, കൂടെ നടക്കുമ്പം പലതും പ്രവർത്തിക്കുന്ന യേശുവിനെ മതി. അങ്ങനെ ഒന്നും ചെയ്യാത്ത യേശുവിനെ ആർക്കും വേണ്ട. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞാൻ കർത്താവിന്റെ ഇടയ്ക്ക് എന്ന് പറയും, കർത്താവേ പരീക്ഷയ്ക്ക് എന്നെ പരീക്ഷ ദൈവമാണെങ്കിലും പിശാചുണ്ടെങ്കിലും തോന്നുന്നു നിങ്ങൾ നാണിച്ചു പോകത്തേ ഉള്ളൂ. കാരണം ഞാൻ എന്തായാലും ഇത് വിട്ട് പിന്നോട്ട് പോകാനായിട്ട് ഒരു കാരണവശാലും ചിന്തിച്ചിട്ടേ ഇല്ല. അത് ഒരിക്കലും ചിന്തിക്കുകയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ പരീക്ഷയൊക്കെ കൂടുതൽ എന്ന് വെച്ചാൽ ഇവളെന്നെ പിന്മാറി പോയി. പിന്നെ എന്തിനാ ദൈവം വിട്ടുകൊടുത്ത പിശാചിന്റെ കയ്യിലേക്ക്? ഹല്ലേലൂയ. അപ്പം അവര് തമ്മിൽ അരുതാണ്ട് ആർഗ്യുമെന്റ്സ് വന്ന പിശാചിനെ ദൈവം നീ ചെയ്തോ, കേറിക്കോ, എന്തുവെല്ലാം ചെയ്തോ, ജീവൻ മാത്രം വെച്ചിരുന്നാൽ മതി. പിശാചിന്റെ വിചാരം ഓരോ പ്രാവശ്യം യോബ് തള്ളി പറയുന്നത്. പക്ഷേ യോബ് യേശു കർത്താവിനെ തള്ളി പറഞ്ഞില്ല. അതാണ് നമ്മളെ പല സമയത്തും ചിലപ്പോൾ പരീക്ഷയ്ക്ക് വിട്ടുകൊടുക്കുന്ന കാര്യം അങ്ങനെയൊക്കെ തരും. പക്ഷെ ഞാൻ ആരാണെങ്കിലും നമ്മളെന്തായാലും നമുക്കൊരു കാര്യം അറിയാം, നമ്മളെന്തായാലും ദൈവത്തിന് നമ്മളെ കുറിച്ച് അറിയാതിരിക്കട്ടെ. ദൈവത്തിന് നല്ല ഉറപ്പാണ് നമ്മളെ കുറിച്ച്, അതുകൊണ്ടാണ് കൊടുക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ പിശാചിന് ഉറപ്പില്ലാത്തതുകൊണ്ട് അവനോട് പറഞ്ഞു, നീ ചെയ്ത് നോക്കിക്കൊള്ളാൻ പറയുന്നു, ടെസ്റ്റ് ചെയ്ത് നോക്കിക്കൊള്ളാൻ പറയുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ കണ്ട നമ്മുടെ നമുക്ക് ആ യേശുമായിട്ട് വ്യക്തിപരമായിട്ട് ബന്ധം വേണം, ഒരു വളർച്ച വേണം, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ബന്ധം വേണം, ഒരു വളർച്ച വേണം. 1 യോഹന്നാൻ 2:15 വായിക്കാമോ? ലോകത്തെയും വായിച്ചത് തന്നെ. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ആമേൻ, സ്തോത്രം. ജഡമോഹം ലോകത്തെയും അതില് ഉള്ളതിനെ സ്നേഹിക്കല്. ഒരു ലോകത്തെ സ്നേഹിക്കുന്നെങ്കിൽ പിതാവിന്റെ സ്നേഹം അവനില്ല. അപ്പൊ നമ്മുടെ സ്നേഹം എവിടെയാണ്? അപ്പൊ ഏതാ പറയുക, പലതും ചിലത് കിട്ടുമ്പോൾ ഉള്ള സ്നേഹമാണോ ലോകത്തുള്ള സ്നേഹം? ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ലോകത്തെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങി നമ്മളെ ദൈവത്തെ നമ്മൾ അകലാൻ തുടങ്ങും. അല്ലെ? റോമാലേഖനം പറയുന്നത് ജഡമോഹം ആത്മാവിനോടും എതിരായ ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നു. അല്ലെങ്കിൽ ലോക സ്നേഹം നമ്മളെ ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നല്ല. ലോക സ്നേഹത്തെ കുറിച്ച് നമ്മൾ സ്നേഹിക്കുന്നെങ്കിൽ ഒരു ലോകത്തെ സ്നേഹിക്കുന്ന അവരെ പിതാവിന്റെ സ്നേഹം. അപ്പൊ ലോക സ്നേഹം നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റും, പിതാവിൽ നിന്ന് അകറ്റും. ഹല്ലേലൂയ. നമ്മൾ പറയാൻ നേരത്തെ നമ്മൾ പറയാൻ നമ്മുടെ സാധു സുന്ദർ സിംഗിന്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. പുള്ളി പറഞ്ഞു, കടലിൽ കിടക്കുന്ന മത്സ്യം ഉപ്പുവെള്ളത്തിൽ കിടക്കുകയാണ്, ഫുൾ ടൈം ഉപ്പുള്ളത്, പക്ഷെ ആ മത്സ്യത്തിൽ ഉപ്പില്ല. നമ്മൾ കൊണ്ടുവന്ന ഉപ്പിട്ട് കറി വെക്കണം, അല്ലേ?
ആ മത്സ്യം വെള്ളത്തിൽ ചില സമയം ഉപ്പുവെള്ളത്തിലാണ് കിടക്കുന്നത്. പക്ഷെ അതിന് ശരീരത്തിൽ ഉപ്പ് പിടിക്കാത്ത പോലെ ആയിരിക്കണം നമ്മൾ ലോകത്തിലായിരിക്കണം. നമ്മൾ ലോകത്തിലാണ് താമസിക്കുന്നത്, ജീവിക്കുന്നത്. പക്ഷേ നമ്മളിൽ ലോകത്തിന്റെ ഒന്നും നമ്മളെ കയറാൻ പാടില്ല. നമ്മളൊരു പടകാണെങ്കിൽ, ഒരു കപ്പലാണെങ്കിൽ, ഒരു ബോട്ടാണെങ്കിൽ അത് വെള്ളത്തിൽ എപ്പോഴും കിടക്കുന്നത്. പക്ഷേങ്കിൽ അത് എപ്പോഴാണ് മുങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം കയറുമ്പോഴാണ് മുങ്ങുന്നത്. അതുപോലെ നമ്മൾ ലോകം കയറിയാൽ നമ്മുടെ അവസ്ഥ അത് തന്നെ, മുങ്ങിക്കൊണ്ടേയിരിക്കും. ഓരോ ദിവസം കഴിയും തോറും നമ്മൾ മുങ്ങിക്കൊണ്ട്. അപ്പൊ പലരും വിശ്വാസത്തിൽ നിന്ന് വിട്ടുമാറുന്നത്, വിശ്വാസത്തിൽ പിന്മാറിപ്പോകുന്നത്, അവരുടെ ലോകമോഹം അധികമായി കയറുമ്പോഴാണ്. ലോകമോഹം കയറി ഓരോ ദിവസം കഴിയും തോറും ആ ലോകം അവരെ അതിലേക്ക് അങ്ങ് കൊണ്ടുകൊണ്ട് മുക്കി 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 കൊണ്ടുപോയി അവർ പോലും അറിയാതെ അതിലേക്ക് മുങ്ങിപ്പോകും. അപ്പൊ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ അവര് അതിൽ മുങ്ങി നശിച്ചു പോകുന്നതോടൊപ്പം തന്നെ അവർക്ക് ദൈവസ്നേഹം നഷ്ടപ്പെട്ടു പോകും. ഇപ്പൊ ലോക സ്നേഹം നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിതാവിനുള്ള സ്നേഹമില്ല. അത് ലോക സ്നേഹം നമ്മൾ വന്നാൽ നമ്മുടെ ഓട്ടത്തിന്റെ സ്പീഡ് കുറയും, അല്ലേ? വിശ്വാസജീവിതത്തിൽ ഭയങ്കര ശുഷ്കാന്തി എന്ന്, ഭയങ്കര ആവേശം എന്ന്, ഭയങ്കര എന്താ പറയാ, അങ്ങ് ഭയങ്കര എന്താ ആദ്യ സ്നേഹമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ ഇപ്പൊ ഇവിടെ മൊത്തം ഇലക്കി പൊളിക്കുമെന്ന് തോന്നുന്ന സ്നേഹം. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേന് ഇതൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന കാണാം. കാരണം അവർക്ക് ലോകത്തിന്റെ ചിന്ത, ജഡത്തിന്റെ ചിന്തകൾ, ഈ ഇഹലോകത്തിലെ ചിന്തകൾ അവർ വരുമ്പോൾ അവരുടെ ഓട്ടത്തിന്റെ അവരുടെ സ്പീഡ് കുറയും. അതുകൊണ്ട് പറയുന്നത് നമ്മൾ എന്താ പറയുക, നമ്മൾ ഓടുമ്പോൾ എങ്ങനെ ഓടണം? വിശ്വാസനായനും പൂർത്തി യേശുവിനെ നോക്കിക്കൊണ്ട് ഓടണം. മറ്റു പലയിടത്തേക്കും നോട്ടം പോയി കഴിഞ്ഞാൽ ഇടത്തോട്ടും വലത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്പീഡ് കുറയും. ഹാലേലുയ. നമ്മൾ ലോത്തിന്റെ ഭാര്യയെ കാണുന്നത്. ലോത്തിന്റെ ഭാര്യയ്ക്ക് എന്താ സംഭവിച്ചത്? അവിടുന്ന് പോളം തിരിഞ്ഞു തിരിഞ്ഞു നോക്കിയതാണ്. വിട്ടു പോകാൻ വലിയ മടിയായിരുന്നത്. പക്ഷെ നമ്മൾ വിട്ട് കളഞ്ഞതിന്റെ അടുത്തിലേക്ക് പിന്തിരിയരുത്. പിന്നെ അങ്ങോട്ട് മടങ്ങി പോകരുത്. കാരണം അതിനെക്കുറിച്ച് പറയുന്ന വചനം പറയുന്നത്, കുളിച്ചിട്ട് ചെളിയിലേക്ക് പോകുന്ന നായയെ പോലെ, തിന്നിട്ട് അതിൽ കിടന്ന് ഛർദ്ദിച്ചിട്ട് അതിലേക്ക് തിരിയുന്ന പന്നിയെ പോലെയൊക്കെയാണ് ഓർമ്മിച്ചേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മൾ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ യാത്ര തുടങ്ങിയെങ്കിൽ നമ്മൾ മടങ്ങി പോകരുത്. ഒരു തിരിഞ്ഞു നോട്ടം ഉണ്ടായില്ല. ഇന്നലെ നമ്മൾ ദൈവദാസൻ നമുക്ക് ഉപവാസ പ്രാർത്ഥന വചനം പോലെ നമ്മുടെ ആരാധന, നമ്മുടെ വചനം, നമ്മുടെ പ്രാർത്ഥന, ഇതിലൊക്കെ വിശുദ്ധ ജീവിതം, ആരാധന, പ്രാർത്ഥന, ഇതിലൊക്കെ എന്ന് വെച്ചാൽ നമ്മളെ എപ്പോഴും ശത്രു എപ്പോഴും ആ വിശുദ്ധ ജീവിതത്തിൽ നിന്ന് വീഴിക്കാൻ നോക്കും. എങ്ങനെ വീഴിക്കുന്നത്? ലോകം കാണിച്ച വീഴിക്കാൻ നോക്കുന്നു. നമ്മുടെ ആരാധനയെ നമ്മളെ വീഴിക്കാൻ നോക്കും. നമ്മുടെ പ്രാർത്ഥനയെ മുടക്കാൻ നോക്കും. ഇതൊക്കെ നോക്കുമ്പോൾ ഇത് എങ്ങനെ സാധിച്ചാൽ ലോകം നമ്മളിലേക്ക് കടത്തിവിട്ടാൽ, ലോകമോഹം നമ്മളെ കടത്തിവിട്ടാൽ നമ്മൾ ഇതിലേക്ക് കുറയാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഇതൊക്കെ കുറഞ്ഞ നമ്മുടെ തന്നെ ഇപ്പൊ തന്നെ പണ്ടത്തെ ഒരു 10 വർഷം മുമ്പ്, 5 വർഷം മുമ്പുള്ള നമ്മുടെ ഒരു അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ ഒത്തിരി ചലഞ്ചിങ്. കാരണം ഇന്ന് നമുക്ക് ഇന്റർനെറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തോണ്ട് സൂം മീറ്റിംഗ് കാണാം, യൂട്യൂബ് മെസ്സേജ് കാണാം, ഇതെല്ലാം കാണാം എന്ന് പറയുന്ന സെയിം സമയത്ത് തന്നെ ഇതിനെല്ലാം നമുക്ക് മറ്റു രീതിയിൽ ഡൈവേർട്ട് ചെയ്യാനായിട്ട് പിശാചിന് പറ്റും, നമ്മുടെ ജഡത്തിന് പറ്റും. നമ്മൾ 10 മണിക്കൂർ 5 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ ദിവസത്തിന് ഇരിക്കണമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ നമ്മളെ ഇതിൽ നിന്ന് മാറ്റിക്കൊണ്ടു പോകുന്ന നമ്മുടെ സമയത്തെ അപഹരിക്കുന്ന മറ്റൊക്കെ നമുക്ക് സമയം അപഹരിക്കപ്പെടണമെങ്കിൽ ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വരണം, നമ്മളല്ലേ എങ്ങോട്ടെങ്കിലും പോകണം, വർത്തമാനം പറയാൻ ആരെങ്കിലും കിട്ടും. ഇപ്പൊ സമയം പോകാൻ ഒരു കാര്യം വേണ്ട, ആരും വരണ്ട. അല്ലാണ്ട് തന്നെ നമ്മുടെ സമയത്തെ അപഹരിക്കാൻ കഴിയും ശത്രുവിന്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കും. അപ്പൊ നമ്മുടെ ഓട്ടം സ്പീഡ് കുറയരുത്. കാരണം ലോകസ്നേഹം നമ്മളിലേക്ക് വന്ന് ദൈവത്തോടുള്ള സ്നേഹം മാറിപ്പോയിട്ട് നമ്മളിവിടെ ലോകസ്നേഹം നമുക്ക് എന്താ വെച്ചാൽ, ലോകത്തെയും ലോകത്തുള്ളവരെ സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ അവന് പിതാവിന്റെ സ്നേഹം ഇല്ല. അപ്പൊ പിതാവിനോടുള്ള സ്നേഹം നമുക്ക് കുറയുമ്പോൾ ലോകസ്നേഹം. അതിന്റെ 1 ജോൺ 3:1 തുടങ്ങി 3 വരെ വായിക്കാവോ? 3:1 തുടങ്ങി 3 വരെ. 1 to 3. കാൺവിൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് നമ്മയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. ആമേൻ. സ്തോത്രം. മതി. ഹല്ലേലൂയ. അവരിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായി തന്നെ നിർമ്മലീകരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കുവാൻ ദൈവം എത്ര വലിയ സ്നേഹം നമുക്ക് തന്നത്. അങ്ങനെ തന്നെ ആകുന്നു. അതിന് മാറ്റമൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ കണക്ട് ചെയ്യുന്ന വാക്യങ്ങൾ നമ്മൾ വായിക്കണം. ഹല്ലേലൂയ.
ആമേൻ. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെയും പ്രത്യക്ഷമായിട്ടില്ല. ഹല്ലേലൂയ. ഇപ്പൊ നമ്മളെ ദൈവമക്കൾ എന്നൊക്കെ വിളിക്കുന്നു, നമ്മൾ ഇന്നതാകുമെന്ന് ഇതുവരെയും പ്രത്യക്ഷമായിട്ട്. അപ്പൊ നമുക്ക് പരിശുദ്ധാത്മാവാണ് അത് വെളിപ്പെടുത്തി. നമ്മള് വിശ്വാസത്തിൽ നടക്കുന്നു എങ്കിൽ പരിശുദ്ധാത്മാവാണ്. നമ്മൾ നടപ്പ് എങ്ങനെയായിരിക്കണം? നമ്മുടെ വിശ്വാസത്താൽ. നമ്മളിത് പറഞ്ഞ് വിശ്വാസം അതിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയെന്നല്ലേ. അതുകൊണ്ട് ആ വിശ്വാസത്താലാണ് നമ്മുടെ നടപ്പ്. ആ നടപ്പിലേക്ക് നമ്മളെ നടത്തുന്ന പരിശുദ്ധാത്മാവുണ്ട്, ദൈവത്തിന്റെ വചനമുണ്ട്. അപ്പൊ നമ്മൾ ഇതുവരെ എന്താ നിത്യതയെ പ്രത്യാശിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഇന്ന് വരെ നമുക്കത് പ്രത്യക്ഷമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, അതിനകത്തൊരു മാറ്റമില്ല. പക്ഷേങ്കിൽ നമ്മൾ ഇന്നതാകുമെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇന്നലെ വിജയപാസ് പറഞ്ഞൊരു കാര്യം ഭയങ്കര എനിക്ക് തോന്നി. കാരണം ഈ ലോകത്ത് ഇഷ്ടംപോലെ സഭകളുണ്ട്. IPS, ചർച്ച് ഓഫ് ഗോഡ്, AG, എന്താ പറയുക, TPM, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഇൻഡിപെൻഡൻസ് എന്നൊക്കെയാണ്. പിന്നെ ഇപ്പോൾ ഒരു കല്ലെടുത്തിട്ടാൽ, പണ്ടൊക്കെ നമ്മൾ നാട്ടിൽ പറയുന്ന കല്ലെടുത്തിട്ടാൽ ചെന്ന് വീഴുന്നത്. അല്ല ബ്യൂട്ടി പാർലർ മേളോ അല്ലെങ്കിൽ വല്ല ഇതിൻ്റെ മേളിലൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടുന്ന് കല്ലെടുത്തിട്ടാൽ ചെന്ന് വീഴുന്നതൊക്കെ ഏതെങ്കിലും സഭയുടെ മുകളിലേക്ക് അതുപോലെ സഭയുണ്ടെന്ന്. ഹല്ലേലൂയ. അപ്പൊ പക്ഷേ ഇതിൽ ഏതാണ് യഥാർത്ഥ സഭയെന്ന് അറിയണേ കർത്താവിന്റെ കാഹളശബ്ദം കേൾക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടുന്ന് പോകുന്നതൊക്കെ യഥാർത്ഥ സഭയും ഇവിടെ നിൽക്കുന്നതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് മനസ്സിലാവും. അല്ലേ? അതുപോലെ ഇതുവരെ നമ്മൾ എന്റേതാകും എന്ന് നമ്മൾ പ്രത്യാശ എന്താ? കർത്താവിന്റെ കാഹളശബ്ദം കേൾക്കുമ്പം നമ്മൾ ഇവിടുന്ന് പോകും. ഹല്ലേലൂയ. പക്ഷെ പോകുമെന്ന് ഉറപ്പിക്കുന്ന കേട്ടാലും മനസ്സിലാകാത്ത അത് നമുക്ക് വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ ആത്മ. അപ്പൊ നമ്മൾ അവിടെ വെളിപ്പെടുത്തൽ കിട്ടുന്നെങ്കിൽ അപ്പൊ നമ്മളവിടെ ഇതുവരെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ ഇരിക്കുന്ന പോലെ ഞാൻ കാണുന്നതുകൊണ്ട് അവനോട് സാദൃശ്യന്മാരാകും. അപ്പൊ പ്രത്യക്ഷനാകുമ്പോ കർത്താവായി യേശു ഇരിക്കുന്നത് കാണുന്നത് കൊണ്ട് നമ്മൾ അവനോട് സാദൃശ്യന്മാർ ആകും. ഹല്ലേലൂയ. ആമേൻ. ഈ അവനെ എന്ന് നാം പറയും, അവനിൽ ഈ പ്രത്യാശകളല്ല, അവൻ നിർമ്മലമാക്കുന്നവർ തന്നെ. അപ്പൊ നമ്മളിൽ ആ പ്രത്യാശ ഉണ്ടെങ്കിൽ കർത്താവ് യേശുക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ നമ്മൾ അവൻ ഇരിക്കുന്ന പോലെ നമ്മൾ ഇരിക്കുമെന്നുള്ള പ്രത്യാശ നമ്മളുണ്ടെങ്കിൽ അവൻ നിർമ്മലനാകിയാൽ നമ്മൾ നമ്മളെ തന്നെ നിർമ്മലീകരിക്കണം. നമ്മുടെ ദൈവം വിശുദ്ധനാകിയാൽ നമ്മൾ വിശുദ്ധന്മാരാകുവിൻ. ഹല്ലേലൂയ. ദൈവം സൽഗുണപൂർണ്ണനാകിയാൽ നമ്മൾ സൽഗുണപൂർണ്ണരാകണം. ദൈവം നിർമ്മലനാകി നമ്മൾ നിർമ്മലീകരിക്കണം. നമ്മൾ ഓരോ ദിവസവും നമ്മളെ നിർമ്മലീകരിക്കാൻ, നമ്മളെ ശുദ്ധീകരിക്കാൻ കഴിയുന്നത് എന്താ? ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്താലാണ്. അതുകൊണ്ടാണ് സഭകളിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വചനം വേണം എന്ന് പറയുന്നത്. നമ്മുടെ പ്രാർത്ഥനയാണെങ്കിലും മറ്റുള്ള സ്ഥലത്ത് വചനമില്ലാത്ത ഒന്നും ഹല്ലേലൂയ ഒരു മനുഷ്യനെ ഹല്ലേലൂയ വളർത്തത്തില്ല, ആത്മീയമായി വളരത്തില്ല. അതുകൊണ്ട് പല ആൾക്കാരും നമ്മുടെ ജീവിതം നമ്മൾ കാണാണ്ട് വിശ്വാസ ജീവിതത്തിൽ വന്ന് അവർക്ക് എന്ത് ഒരു വളർച്ച സംഭവിക്കാത്തതെന്ന് ചോദിച്ചാൽ അവർക്ക് നല്ല വചനമില്ലാത്തത് കൊണ്ടാണ്. വചനം വായിക്കുകയും വചനം മെഡിറ്റേറ്റ് ചെയ്യുകയും ചെയ്യാത്തൊരു വ്യക്തിക്ക് ആത്മീയമായി വളരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. വചനം മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു പരിശുദ്ധാത്മാവ് സംസാരിക്കും. പരിശുദ്ധാത്മാവ് ആഴത്തിൽ കിടക്കുന്ന റെവലേഷൻസ് കൊടുക്കും. ഈ റെവലേഷൻസ് വരും തോറും അവനിരിക്കുന്ന ഇരുട്ടുകൾ മാറിപ്പോകാൻ തുടങ്ങും. കാരണം ആ വചനത്തിൽ ജീവൻ വെളിപ്പെടാൻ തുടങ്ങും. ആ ജീവൻ വരുമ്പോൾ അത് മനുഷ്യരുടെ വെളിച്ചമാണ്. ഈ വെളിച്ചം കടന്നു വരുമ്പോൾ ഇരുള് മാറിപ്പോകും. അങ്ങനെ അവൻ ആത്മീയ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അവൻ ആത്മീയമായി ഓരോ ദിവസം കഴിയത്തോളം ബലപ്പെട്ടുകൊണ്ടിരിക്കും. ഇതില്ലാത്ത കുറച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ടാവും. അന്യഭാഷ പറഞ്ഞു. അപ്പൊ നമ്മൾ നേരത്തെ എനിക്കൊന്ന് ബിജപ്പാസ് നമ്മുടെ കൂട്ടത്തിൽ ഒരാളോട് ചോദിച്ചു, സിസ്റ്റർ എന്താ ഇത് ഭയങ്കര ഇഷ്ടം? അപ്പൊ പറഞ്ഞു എനിക്ക് അന്യഭാഷ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വെളിപ്പാട് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അന്യഭാഷ സംസാരിച്ചുകൊണ്ട് വെളിപ്പാട് കണ്ടതുകൊണ്ടോ ആത്മീയ വർധനം ഉണ്ടാകത്തില്ല, ദൈവരാജ്യത്തിൽ അവനൊരു വളർച്ച ഉണ്ടാകത്തില്ല. ചെറിയ കാര്യങ്ങൾ വരുമ്പം മാറി നിൽക്കാൻ അല്ലെങ്കിൽ അത് കളഞ്ഞിട്ട് പോകാനോ കഴിയും. ചില വ്യക്തിപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ദൈവത്തിനെക്കാട്ടി കൂടുതൽ വ്യക്തിപരമായ തീരുമാനങ്ങളിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ അവർക്ക് പറ്റും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർക്ക് ആഴത്തിലേക്ക് ഹല്ലേലൂയ ദൈവവചനത്തിൽ ആഴത്തിൽ അവർക്ക് വേരില്ല. ഹൃദയത്തിൽ ഉൾനട്ട വചനമില്ല. ഹൃദയത്തിൽ ഉൾനട്ട വചനമുണ്ടെങ്കിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇത് വചനത്തിന് അനുകൂലമാണോ പ്രതികൂലമാണോ നമ്മൾ ചിന്തിക്കും. അറിയില്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? അപ്പൊ വചനത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇപ്പൊ അടുത്ത് പറയാൻ നമ്മൾ നിർമ്മലീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ തന്നെ നിർമ്മലീകരിക്കാൻ വേണ്ടിയിട്ട് വചനം 1 യോഹന്നാന്റെ 4:1 വായിക്കാവോ? പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. ആമേൻ. അപ്പം
കള്ളപ്രവാചകന്മാരുടെ കാലഘട്ടമാണ് ഇതെന്ന് നമ്മൾ പറയുമ്പോൾ അന്നും ഉണ്ടത് കേട്ടോ. അല്ലെങ്കിൽ ഇത് പൗലോസ് യോഹന്നാൻ എഴുതത്തില്ല. ഹല്ലേലൂയ. കാരണം കള്ളപ്രവാചകന്മാരോട് പറയുന്നത്, പ്രിയമുള്ളവരെ, പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിലുള്ളവയാണോ എന്ന് ശോധന ചെയ്യുവിൻ. ഇന്നലെ ഞാൻ ലേഡീസ് മീറ്റിംഗ് പ്രസംഗിച്ച, നമ്മൾ പണ്ടൊരിക്കൽ ഒരു 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 ചർച്ചിന്റെ ഗ്രൂപ്പിൽ കയറിയപ്പോൾ നമ്മൾ പ്രസംഗിച്ച വചനമായിരുന്നു. ഹല്ലേലൂയ. ബഥേലിലേക്ക് കടന്ന ദൈവപുരുഷനെ വന്ന് ഫോഷ്ക്ക് പറഞ്ഞു കൂട്ടിക്കൊണ്ട മറ്റൊരു പ്രവാചകനെ കുറിച്ചുള്ളതാണ്. ആ ഫോഷ്ക്ക് പറഞ്ഞു കൂട്ടിക്കൊണ്ട പ്രവാചകൻ ദൈവത്തിന്റെ പ്രവാചകൻ തന്നെയാണ് അദ്ദേഹം. അദ്ദേഹം പക്ഷെ സംസാരിച്ച് അവിടെ ഒന്ന് പറഞ്ഞ് ഫോഷ്ക്കായിരുന്നു ഇത്. അതിനുശേഷം വീണ്ടും ദൈവം ആ പ്രവാചകനിലൂടെ തന്നെ പറയുന്നുണ്ട്, നീ ഇവൻ ഇവിടെ വന്നതുകൊണ്ട്, ഞാൻ പറഞ്ഞ കാര്യം ചെയ്യരുതെന്ന് പറയാൻ ചെയ്തുകൊണ്ട് ഇവൻ പിതാക്കന്മാരുടെ കല്ലറയിലേക്ക് പോകത്തില്ല എന്നൊക്കെ പറയുന്ന കാര്യം, അത് ദൈവാത്മാവ് അവരോട് ഇടപെടുന്ന കാര്യം. അപ്പൊ നമ്മള് ഫോഷ്ക്കാണ് ഈ പറയുന്നത് കേൾക്കാതെ നമ്മളുടെ കള്ളപ്രവാചകന്മാരുണ്ട്, ദൈവത്തിന്റെ പ്രവാചകന്മാരാണെങ്കിൽ ചില സമയത്ത് ഫോഷ്കാരുടെ വായിന്ന് വരാറുണ്ട്. അല്ലേ? ഹല്ലേലൂയ. അപ്പം അത് വരുമ്പോഴും നമ്മൾ തിരിച്ചറിയാൻ പഠിക്കണം, ഇത് എവിടെ നിന്നുള്ളതാണ് എന്ന്. ഇത് പറയുന്ന കേൾക്കുമ്പോൾ ഇത് പരിശുദ്ധാത്മാവ് തന്നെയാണോ സംസാരിക്കുന്നതെന്ന്. പ്രവചനം പരിശുദ്ധാത്മാവിൽ മാത്രമല്ല, ഈവിൽ സ്പിരിറ്റിലും വരും. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് പ്രവചിക്കാൻ കഴിയും. പക്ഷേ അത് കേൾക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇത് ദൈവത്തിൽ നിന്നുള്ളവ തന്നെയാണോ എന്ന് നമ്മൾ ശോധന ചെയ്ത് നോക്കണം. ഏത് ആത്മാവിനും വിശ്വസിക്കുക, ആത്മാക്കൾ ദൈവത്തിലുള്ളവയോ എന്ന് ശോധന ചെയ്യുക. അപ്പൊ നമ്മൾ എന്തിനാ അത് അറിയണമെങ്കിൽ എന്താ? നമുക്ക് ആത്മാവ് ആ ശോധന അല്ലെ നല്ലത് ചിത്തം തിരിച്ചറിയാൻ റിസന്റ് സ്പിരിറ്റ് നമ്മൾ നമ്മൾ ഉണ്ടായിരിക്കണം. അതില്ലെങ്കിൽ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? യേശുക്കത്ത അതുപോലെ പറഞ്ഞിട്ട് പല രീതി നമുക്ക് തിരിച്ചറിയാം. യേശുക്കത്ത പറഞ്ഞ് ഫലത്തിൽ നോക്കി വൃക്ഷത്തെ തിരിച്ചറിയാം. അവരുടെ പ്രസംഗം എങ്ങനെയുണ്ടെന്ന് മാത്രമല്ല, അവരുടെ ജീവിതം എങ്ങനെയുണ്ടെന്നുണ്ട് നോക്കണം. ഹല്ലേലൂയ. നല്ല പ്രസംഗമൊക്കെ ആയിരിക്കും, സ്റ്റേജിൽ കയറുമ്പോൾ നല്ലതായിരിക്കും. പക്ഷേ അവരുടെ ജീവിതത്തിൽ ഇതൊന്നും ഉണ്ടാകത്തില്ലെങ്കിൽ ഹല്ലേലൂയ പോയി. നമ്മൾ പണ്ട് പാസ്റ്റർമാർ അന്യഭാഷ പറയുന്ന നാവോട് ഇങ്ങോട്ട് പറയാൻ അന്യായ ഭാഷയൊക്കെ പറയുകയാണെങ്കിൽ അവരെ ഒന്നിടന്ന് ശോധന ചെയ്തൊക്കെ നോക്കണം. കാരണം വെച്ചാൽ വെളിച്ചവും എന്താ പറയാ, കയ്പും മധുരം ഒരുപോലെ നാവിൽ നിന്ന് വരുത്തില്ല. ഹല്ലേലൂയ. അതങ്ങനെ വരുന്നെങ്കിൽ സൂക്ഷിച്ചോണം. ഹല്ലേലൂയ. അതങ്ങനെ കേൾക്കുന്നെങ്കിൽ സൂക്ഷിച്ചോണം. അവർക്ക് എന്തോ കുഴപ്പമുണ്ട്. ഹല്ലേലൂയ. രണ്ടാമത്തെ വാക്യം വായിക്കും സിസ്റ്ററെ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. ആമേൻ. യേശുക്രിസ്തു ജഡത്തിൽ വന്നു സ്വീകരിക്കുന്നൊക്കെയും ദൈവത്തിലുള്ള വെച്ചാൽ യേശു കർത്താവിന് ഒരു നാച്ചുറൽ ലൈഫാണ് യേശു കർത്താവ് ഭൂമിയിൽ അന്തംഭിച്ചത്. അപ്പൊ അത് ജഡത്തിൽ വന്നു. വന്നു ഭൂമിയിലേക്ക്, നമ്മളെ പോലെ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായി തന്നെ യേശു കർത്താവ് വന്നു. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുന്നൊക്കെയും ദൈവാത്മാവ് ആകുന്നു. ഹല്ലേലൂയ. അപ്പം നമ്മൾ അവിടെയൊക്കെ പറയുന്ന ചില നമ്മൾ ഇപ്പൊ പക്ഷെ നമ്മൾ ഇന്ന് കേൾക്കുന്നതെല്ലാം നാച്ചുറലി നിന്ന് ഭയങ്കര സൂപ്പർ നാച്ചുറലാണ് കേൾക്കുന്നത്. ഞാൻ ഇന്നലെയും പറഞ്ഞു, പറയാൻ യേശു കർത്താവിന് വിശന്നപ്പോ യേശു കർത്താവ് എന്ത് ചെയ്തു? മാജിക് വല്ലതും കാണിച്ചായിരുന്നു അവിടെ? ഇല്ല. യേശു കർത്താവ് വിശന്നിട്ട് അത്തീൻ്റെ അടുത്തേക്ക് വന്ന് അത്തീന്ന് വിത്തലും ഭക്ഷിക്കാൻ പറ്റുമെന്ന് നോക്കുക. അത്തി നോക്കുമ്പോൾ അത്തിയിലും ഫലം ഇലയല്ലാതെ ഫലമൊന്നുമില്ല. അത് കണ്ട് യേശു കർത്താവ് നിന്നെ ശപിച്ച് ഒരു സംഭവം കാണും നമ്മൾ. പക്ഷേ യേശു കർത്താവിന് വിശന്നു. ഹല്ലേലൂയ. യേശു കർത്താവിന് ഹല്ലേലൂയ. അതുപോലെ ദാഹിച്ചു. അങ്ങനെ പല സ്ഥലത്ത് യേശു കർത്താവ് അവിടെ ഒന്നും സൂപ്പർ നാച്ചുറൽ ഒന്നും പ്രവർത്തിച്ചില്ല. യേശു കർത്താവ് വളരെ നാച്ചുറലായിട്ട് തന്നെയാണ് ജീവിച്ചത്. പക്ഷെ ഇന്ന് അതുപോലെ നമ്മൾ മിഷണറി യാത്രകൾ, മിഷണറി ചരിത്രം, ഈ പെന്തക്കോസ്ത് ചരിത്രങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഞാൻ ഒരിക്കൽ കുറച്ച് വായിച്ചു. കാരണം വെച്ചാൽ എനിക്ക് നമ്മുടെ ഇവിടുത്തെ തജോഷ് പാസ്റ്റർ എഴുതി തന്നത്. അതിനകത്ത് അക്ഷരം ഒരുമാതിരി നമുക്ക് ചില അക്ഷരങ്ങൾ കണ്ടാൽ വായിക്കാൻ തോന്നത്തില്ല. ഇങ്ങനെ ഞെക്കി അടുക്കി പറയും. പക്ഷെ അതിനകത്ത് ഒരുപാട് പേരുടെ അനുഭവങ്ങളുണ്ട്. അതിനകത്ത് പെന്തക്കോസ് അനുഭവങ്ങളുണ്ട്. അതുപോലെ നമ്മൾ മിഷണറി യാത്രകൾ, മിഷണറികളുടെ പുസ്തകങ്ങൾ, ചരിത്ര പുസ്തകങ്ങൾ വായിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ മിഷണറിയുടെ ചരിത്ര പുസ്തകങ്ങളിൽ അവർ പോയ സ്ഥലത്ത് പ്രതികൂലം ഉണ്ടായിരുന്നു, പ്രശ്നങ്ങളുണ്ടായിരുന്നു, പ്രയാസങ്ങളുണ്ടായിരുന്നു. അവിടെയൊന്നും ദൂതൻ ഇറങ്ങി പിടിച്ചൊന്നും ഇല്ലെന്നേ. അവിടെ ദൈവത്തിന്റെ ദൂതൻ ഇറക്കി. പക്ഷെ അവര് അതിലൂടെയൊക്കെ കടന്നു പോയി. അവരതിലേക്ക് നല്ല ജയത്തോട്, പക്ഷെ അവരുടെ ഏൽപ്പിച്ച വേല അവര് പൂർത്തിയാക്കി. നമ്മുടെ പൗലോസിനെ തന്നെ നോക്കിയെടുത്തേ. പൗലോസിനെ നോക്കുന്ന സമയത്ത് പൗലോസിന്റെ ജീവിതത്തിൽ കഷ്ടത ഉണ്ടായിരുന്നു, പട്ടിണി ഉണ്ടായിരുന്നു, ദാരിദ്ര്യം ഉണ്ടായിരുന്നു, മനുഷ്യരായ ലാഭത്ത്, കള്ളന്മാരുടെ ലാഭത്ത്, മൃഗത്താരുടെ ലാഭത്ത്, എന്താ പറയാ കടലിലുള്ള ആപത്ത്,
ഇതെല്ലാം ആപത്തിലൂടെയും പൗലോസ് കടന്നുപോയി, അല്ലേ? പാമ്പ് വരെ കയറി കയ്യെ ചുറ്റി, ഇതെല്ലാം പൗലോസ് കടന്നുപോയി. പൗലോസ് അതിലൊക്കെ പോകാതെ ഈ കഷ്ടതയൊക്കെ വരുന്ന സമയത്ത്, അല്ലെ പട്ടിണി വന്ന സമയത്ത്, ദാരിദ്ര്യം വന്ന സമയത്ത് പൗലോസ് അവിടെ എന്തെങ്കിലും സൂപ്പർ നാച്ചുറൽ ചെയ്തെന്ന് എഴുതിയിട്ടുണ്ടോ? പൗലോസിന് ദൂതൻ ഇറങ്ങി വന്ന് അത് കൊടുത്തു ഇത് കൊടുത്തു ഒന്നും എഴുതിയിട്ടില്ല. അത്രത്തോളം ഹാലയില്ല ഭയങ്കരമായിട്ടുള്ള അവസ്ഥയെ കൂടെ പോകുമ്പോൾ ദൈവം വന്ന് പറഞ്ഞു, ദൂതൻ വന്ന് ആലോചന അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ അവരുടെ ജീവിതത്തിൽ ഒരു ആവശ്യത്തിനും സൂപ്പർ നാച്ചുറൽ ഒന്നും പ്രവർത്തിച്ചിട്ട് കാണുന്നില്ല. അവര് അതിലേക്കൂടെ കടന്നു പോയി തന്നെയാണ് അവൻ അപ്പുറം എത്തുന്നത്. ഹാലലുയ. അത് പോകാതെ കുറുക്ക് വഴിയൊന്നും അവരെടുക്കുന്നില്ല. എന്നാൽ അവർക്ക് അഭിഷേകം ഉണ്ടായിരുന്നു, അധികാരം ഉണ്ടായിരുന്നില്ല. ഈവൻ നമുക്ക് പൗലോസ് നമ്മൾ കണ്ടറിയാം, പൗലോസിന്റെ ശരീരത്തിൽ ഒരു ശൂലം ഹാലയിൽ ദൈവം തന്നെ കൊടുത്തിരുന്നു. സാത്താന്റെ ദൂതനെ തന്നെ ഏൽപ്പിച്ചിരുന്നു. പക്ഷെ പൗലോസ് അപ്പോഴും പറഞ്ഞു, ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം എന്റെ കൃപ നിനക്ക് മതി പൗലോസ്, എനിക്ക് കൃപ മതി, രോഗമായിട്ടിരുന്നോട്ടെ, അല്ലേ? എന്നാണേ പറയും, ആ സ്വന്തം ശരീരം ഇതുവരെ ആ രോഗം കളയാൻ പറ്റില്ല, പിന്നെ അതിന്റെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നടക്കുക, അല്ലെ മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ നടക്കുക. ഇതാണ് ഇന്ന് പറയുന്നത്. ഈ കൺസെപ്റ്റൊക്കെ എവിടുന്ന് വന്ന് ഇന്ന് പഠിപ്പിക്കുന്ന, ഇന്ന് നമ്മൾ കാണുന്ന ഹാലേ അപ്പൊ പറയും, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലില്ലെങ്കിൽ, അല്ലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിച്ചാലോ അത് മാറും, രോഗം എങ്ങനെ മാറും? അല്ലെ നിങ്ങളൊരു ഫൈനാൻഷ്യൽ ഡെലിവറൻസ്, നിങ്ങൾ കടബാരത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് എങ്ങനെ ഫൈനാൻഷ്യൽ ഡെലിവറൻസ്, അവർക്ക് കടമ, അതും ഇതും തമ്മിൽ വ്യത്യാസം. നമ്മുടെ പേഴ്സണൽ ജീവിതത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിലുള്ള ചിലതൊക്കെ നമ്മൾ അതിൽ കടന്നു പോകണം ദൈവം ആഗ്രഹിക്കുക. ഇത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്നെ ഒരുക്കാൻ വേണ്ടി ദൈവം ചെയ്യുന്നത്. മറ്റേത് എൻ്റെ ശുശ്രൂഷ ജീവിതം. ഈ ശുശ്രൂഷ നമ്മൾ ആർക്കാണ്? ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷയാണ്. അവിടെ അതിന് ബന്ധനമൊന്നുമില്ല. ഇതിരിക്കുന്നു വെച്ചാൽ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. ഹാലേലുയ. ഞാൻ ഒരിക്കൽ ഇത് പറഞ്ഞപ്പോൾ ദൈവം തന്നെ എന്നോട് പറഞ്ഞു തന്ന കാര്യമാണിത്. ഹാലേലുയ. കാരണം ഞാൻ പറഞ്ഞു, ഞാൻ ഇനി എൻ്റെ കടഭാരം അല്ല എൻ്റെ സാമ്പത്തികമായിട്ട് എനിക്കൊരു ഡെലിവറി ഞാൻ ഇനി ആർക്കേണ്ടി പ്രാർത്ഥിക്കത്തില്ല, കർത്താവ് എന്നോട് പറഞ്ഞ കാര്യമാണ്. ഹാലെ അങ്ങനെയാണെങ്കിൽ പൗലോസ് ഒരു ശുശ്രൂഷയും ചെയ്യത്തില്ലായിരുന്നു. ഹാലെ ഇത് നിങ്ങളുടെ വ്യക്തിപരമായിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്ന കാര്യങ്ങളാണ്. മറ്റേത് എനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ഞാൻ തന്നിരിക്കുന്ന കൃപയാണ്. അത് നമ്മൾ ശുശ്രൂഷ. അപ്പൊ ഇവിടെ നമ്മൾ ഓരോ കാര്യം, അപ്പൊ ഇവിടെ പറയുന്നത് യേശു, അപ്പൊ യേശു ഒരു നാച്ചുറൽ. അപ്പൊ യേശു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്ത, അപ്പൊ യേശു സൂപ്പർ നാച്ചുറൽ ഒന്നും അല്ല. യേശു നേരെ ഭൂമിയിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഇവിടെ വന്നിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, യേശു കർത്താവ് പീഡകളൊക്കെ സഹിക്കുന്ന സമയത്ത്, ക്രൂശമരണം സഹിക്കുന്ന സമയത്ത് അവിടെ ദൈവികത്വത്തിൽ നിന്നല്ല യേശു കർത്താവ് അത് ചെയ്തത്. യേശു കർത്താവ് മനുഷ്യത്വത്തിൽ നിന്ന് തന്നെ അത് ചെയ്തത്. ഒരു പച്ച മനുഷ്യനായി തന്നെ ചെയ്തത്. അപ്പൊ അവിടെയൊന്നും സൂപ്പർ. അപ്പൊ അതുകൊണ്ട് നമ്മൾ യേശു ജഡത്തിൽ വന്ന് വിശ്വസിക്കുന്നൊക്കെയും ഹാലയിലെ ദൈവത്തിലുള്ളവർ. 3-ാം വാക്യം വായിക്കാം സിസ്റ്റർ. 3-5 വരെ വായിച്ചു. യേശുവിനെ സ്വീകരിക്കാത്ത ഏതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതിപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അവർ ലൗകികന്മാരാകിയാൽ ലൗകികമായി സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഞങ്ങൾ മതി. ഹല്ലേലൂയ. അവിടെ പറയുന്നത്, യേശുവിനെ സ്വീകരിക്കുന്ന യാതൊരു ദൈവത്തിലുള്ള എതിർ ക്രിസ്തുവിന്റെ ആത്മാവിന് അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ തന്നെ നിങ്ങളിൽ തന്നെ ഉണ്ട്, അത് ലോകത്തിലുണ്ട്. ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. അപ്പൊ അവർ വന്ന് എങ്ങനെ തിരിച്ചറിയുന്ന വെച്ചാൽ അവർ ലോകത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കത്തുള്ളൂ, ലൗകികമായ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കത്തുള്ളൂ. അല്ലാതെ ദൈവത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും വിശുദ്ധിയെക്കുറിച്ചും രൂപാന്തരപ്പെടുന്നതിനെ കുറിച്ചും നമ്മൾ എങ്ങനെയൊക്കെ വിശ്വാസത്തിൽ വർദ്ധിക്കുന്നതിനെ കുറിച്ചും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വർദ്ധന ഒന്നും സംസാരിക്കത്തില്ല. അവർ വന്ന ലോകത്തെക്കുറിച്ച് മാത്രം, ലോകകാര്യങ്ങൾ മാത്രമേ സംസാരിക്കത്തുള്ളൂ. അവർ ലോകത്തിലുണ്ട്. ലോകത്തിൽ അവരുള്ളത്. അവർ ദൈവരാജ്യത്തിൽ കയറാൻ പറ്റത്തില്ല അവർക്ക്. അപ്പം അതുകൊണ്ട് അവർക്ക് അവരുടെ ഫോക്കസ് എപ്പോഴും ലോകത്തെക്കുറിച്ച് തന്നെയായിരിക്കും. അപ്പൊ അവര് എങ്ങനെയാ ഓട്ടം, ഏറ്റവും വലിയ അനുഗ്രഹം നമ്മൾ ഈ പറയപ്പെടുന്ന ഈ ലോകത്തിൽ ലഭിക്കുന്ന ഒരു അനുഗ്രഹം ഒന്നുമല്ല. ഏറ്റവും വലിയ അനുഗ്രഹം നമുക്ക് കർത്താവിനോട് ചേർന്ന് നടക്കാൻ പറ്റും. അത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹം. നമ്മുടെ ജീവിതത്തിൽ കർത്താവില്ലാതെ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടമാക്കി അതുകൊണ്ട് എന്ത് പ്രയോജനം എന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ലോകത്തിലുള്ളതിനെയും സ്നേഹിച്ച് അതിന്റെ പിന്നാലെ ഓടരുത്. അടുത്ത 4, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിലുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കും. ആരെ ജയിച്ചിരിക്കുന്നു? നമ്മൾ ദൈവത്തിലുള്ളവരാണെങ്കിൽ നമ്മൾ ആരെ ലോകത്തെ ജയിച്ചുമിരിക്കുന്നു.
നിങ്ങൾ അവരെ ജയിച്ചു മരിക്കുന്നു. ആമേൻ. ലോകത്ത് അല്ലെങ്കിൽ പിശാചിന് സാത്താനെ ജയിച്ചു മരിക്കുന്നു നമ്മൾ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുള്ളവൻ ലോകത്തുള്ളവരെക്കാൾ വലിയവനല്ലോ. അപ്പൊ നമ്മൾ പിശാചിനെ ജയിക്കുക. നമ്മൾ ദൈവത്തിലുള്ളവരാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് വേണ്ടത് നമുക്ക് പിശാചിനെ അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ദൈവമാണല്ലോ പിശാച്. ഈ ലോകത്തെ ജയിക്കാൻ കഴിയണം. അപ്പൊ നമ്മൾ ഇരിക്കുന്നവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനായതുകൊണ്ട് നമ്മൾ അവരെ ജയിച്ചിരിക്കണം. അങ്ങനെ തന്നെ പറഞ്ഞ വലിയവനല്ലോ. അവർ ലൗകികന്മാരാകെ ലൗകികമായ ലോകം അവരെ വാക്ക് കേൾക്കുന്നു. അപ്പൊ അവര് എന്തുകൊണ്ടാ ലൗകികമായത് സംസാരിക്കുന്നത്? അവര് ലോകത്തിൽ നിന്ന് ലൗകികന്മാരായതുകൊണ്ടാണ് സംസാരിക്കുന്നത്. ആ സംസാരിക്കുന്നത് ആര് കേൾക്കും? ലോകത്തുള്ളവർ കേൾക്കും, ദൈവത്തിന്റെ മക്കൾ കേൾക്കത്തില്ല. ഇന്ന് ഹല്ലേലൂയ നമ്മള് പലപ്പോഴും ആൾക്കാര് ഓടിക്കൊടുന്ന ഒത്തിരി ആൾക്കാർ പോകുന്ന സ്ഥലത്ത് അവിടെ പറയുന്നത് അവിടെ ചെന്ന ഭയങ്കര അനുഗ്രഹത്തിന്റെ അവിടെ ഭയങ്കര ബ്ലെസ്സിങ് ആ സിസ്റ്ററെ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങ് അവിടെ സൈക്കിളെ വന്നവൻ കാറും കൊണ്ട് പോയി. ഹല്ലേലൂയ അവിടെ വാടക വീട്ടിൽ വന്നവൻ 4 നിലയുള്ള വീട് വെച്ച് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ പലരും പറയാണ്ട്. അവിടെ ചെന്ന് ഭയങ്കര സാമ്പത്തികമായിട്ട് അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവര് ഭയങ്കര അനുഗ്രഹമാണ്. അവിടെയൊക്കെ ആൾക്കാർ ഓടിക്കൂടുന്ന സഭകൾ ഇന്ന് ഒരുപാടുണ്ട്. നമ്മൾ പ്രോസ്പെരിറ്റി സഭകളുണ്ട്. പക്ഷെ അവിടേക്ക് എന്തുകൊണ്ട് ആൾക്കാരെ പോകുന്നത്? അവർ സംസാരിക്കുന്ന മൊത്തം ലൗകികമായത്, ലോകത്തുള്ള സംസാരിക്കുന്നത്. ഈ ലോകത്തുള്ള സംസാരിക്കുന്നത് കൊണ്ട് അവിടേക്ക് അനേകർ ഓടിയെത്തുന്നെങ്കിൽ അവർ ലോകത്തെയും അതിലുള്ളവർ സ്നേഹിക്കുന്നതുകൊണ്ട്, അവർ ലൗകികന്മാരായതുകൊണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അടുക്കലേക്ക് വന്നവരാരും വലിയ സമ്പന്നരായെന്ന് എഴുതിയിട്ടില്ല. ഉള്ളതും കൂടെ നഷ്ടപ്പെടുത്തിയെന്ന് പറഞ്ഞേക്കുന്നത്. എന്നുവെച്ചാൽ ഇന്ന് ദാരിദ്ര്യത്തിൽ പട്ടിണി കിടക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ പൗലോസിനെ കുറിച്ച് നമ്മൾ കാണുന്ന പൗലോസ് ഹല്ലേലൂയ ഉണ്ടായിരുന്നതൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് പൗലോസ് ഹല്ലേലൂയ അപ്പൊ ദൈവത്തിലേക്ക് വന്നത്. പക്ഷെ അവരെങ്ങും ഹല്ലേലൂയ അവരുടെയൊക്കെ ജീവിതം സന്തോഷവും സമാധാനവും നിറഞ്ഞത് തന്നെയായിരുന്നു. പ്രയാസങ്ങൾ, ലോകത്തിൻ്റെതായ കുറെ കാര്യങ്ങൾ അവർക്ക് എതിരുകളുണ്ടെങ്കിലും അവിടെയെല്ലാം അതിനെക്കാട്ടി വലിയവൻ എൻ്റെ ഉള്ളിലുണ്ട്. അല്ലേ? ഈ ലോകത്തെ അവർ ജയിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുന്നത് എന്താ? ലോകത്തെ അവര് ദൈവത്തിലുള്ളവരാകൊണ്ട് ലോകത്തെ ജയിച്ചിരിക്കുന്നു. അവരെ ജയിച്ചിരിക്കുന്നു. നിങ്ങളുള്ളവൻ ലോകത്തുള്ളവരെയൊക്കെ വലിയവൻ. അവർ ലൗകികന്മാരാകുക, ലൗകികമായ ലോകം അവരെ വാക്ക് കേൾക്കുന്നു. അപ്പൊ ലൗകികന്മാരായിട്ടുള്ളവർ ലൗകികമായി സംസാരിക്കും. ഇവിടെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ കയറിയിരിക്കുന്നു വചനം കേൾക്കുമ്പോൾ എത്ര പ്രാവശ്യം ഇവിടുത്തെ ലോകപരമായിട്ട് നിങ്ങൾക്ക് അത് അങ്ങനെ ലഭിക്കും, ഇങ്ങോട്ട് ലഭിക്കും, അത് ചെയ്യും, ഇത് ചെയ്യും എന്ന് പറയുന്ന കേൾക്കാറുണ്ട്. കാരണം നമുക്ക് എന്താ ദൈവം തരും? നമ്മുടെ ആഗ്രഹം, നമ്മുടെ ഫോക്കസ് എവിടെ? അത് നമ്മൾ സംസാരിക്കത്തുള്ളൂ. എന്റെ ഹൃദയം എവിടെയാണോ ഞാൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഹൃദയം എപ്പോഴും ഒരു മനുഷ്യനെ ദൈവത്തിന് കൊള്ളാവുന്നതിനായി ഒരുക്കി അവനെ നിത്യതയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണെങ്കിൽ നമ്മുടെ വായിന്ന് അത് തന്നെ വരത്തുള്ളൂ. ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്, ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത്, എന്ത് പറഞ്ഞു വന്നാലും ഇവിടെ കറങ്ങത്തിരിഞ്ഞ് പരിശുദ്ധാത്മാവിലും ദൈവത്തെ സ്നേഹത്തിലും ഒക്കെ കറങ്ങത്തിരിഞ്ഞ് നിൽക്കും. കാരണം വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും ഞാൻ പറയാ നമ്മുടെ ബൈബിളിൽ പഠിച്ച കൂട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം പരിശുദ്ധാത്മാവാണ് നമ്മളെ സകല ഇടത്തിലേക്കും അല്ലെങ്കിൽ എല്ലാം നമുക്ക് റിവീൽ ചെയ്ത് തരാം. ഇപ്പൊ വചനം വായിച്ചാൽ പോലും നമുക്ക് മനസ്സിലാക്കി തന്നെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മല്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാ യേശുക്കാലത്ത് ഞാൻ പോയിട്ട് കാര്യസ്ഥം വരും, കാര്യസ്ഥം വന്നാൽ നിങ്ങൾക്ക് നല്ലത് തന്നെ. കാരണം കാര്യസ്ഥം നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും എല്ലാം നമുക്ക് ബോധ്യം വരുത്തും. ഇതെല്ലാം ചെയ്തത് പരിശുദ്ധാത്മ. ഈ പരിശുദ്ധാത്മനെ പ്രാപിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് പല ആൾക്കാർക്കും ഇന്ന് എന്താണ് നല്ലത് എന്താണ് ചീത്തയെന്ന് തിരിച്ചറിയാൻ പറ്റാത്തത്. ഞാൻ പറഞ്ഞ ദൈവം എന്നെ കൊണ്ട് വചനം പ്രസംഗിച്ച ആദ്യം പ്രസംഗിച്ച വിഷയം വിശ്വാസമാണ്. രണ്ടാമത് വിശുദ്ധിയാണെങ്കിൽ, മൂന്നാമത് നിങ്ങൾ കേൾക്കുന്നത് തിരിച്ചറിയാൻ കഴിയണം. നല്ലതും ചീത്തയും തിരിച്ചറിയണം. അതാണ് അത് ശേഷം നമ്മൾ വചനം അനുസരിച്ച് ജീവിക്കുക എന്നല്ലാതെ കഴിഞ്ഞ നമ്മളെ വാക്തത്വങ്ങൾ അങ്ങനെ അവകാശമാക്കുക. പക്ഷെ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കേൾക്കുന്നത് എന്താണ് ശോധന ചെയ്തിട്ട് നല്ലത് മാത്രം മുറുകെ പിടിക്കുക എന്നുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വിശ്വാസ എബ്രായർ 11-ാം അധ്യായം നമ്മൾ എടുത്ത വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടിക തന്നെ അതിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അതിൽ ആദ്യത്തെ ഒരു വിശ്വാസ എനോക്കിനെ കുറിച്ച് പറയുന്നുണ്ടല്ലേ. ഇനോക്കിനെ കുറിച്ച് പറയുന്നത് എന്താ? ഇനോക്കിന്റെ നടപ്പുണ്ടായിരുന്നു, ദൈവത്തോട് കൂടിയുള്ള നടപ്പായിരുന്നു. ഹല്ലേലൂയ. അടുത്ത നോഹയെ കുറിച്ച് പറയുന്നു. ഹല്ലേലൂയ. നോഹയോട് ദൈവം പറഞ്ഞു, ഒരു പണി പറഞ്ഞു, ഒരു പെട്ടകത്തിന്റെ പണി പറഞ്ഞു അല്ലേ നോഹ. അടുത്ത അബ്രഹാമിനെ കുറിച്ച് എന്തൊരു വേർപാട്, ഉള്ളതെല്ലാം വിട്ടിട്ട് നീ ഇങ്ങോട്ട് പോരെ, ഒരു വേർപാടിനെ കുറിച്ച് പറഞ്ഞു. അടുത്ത മോശയെ കുറിച്ച് പറയുന്നുണ്ട്. മോസസിന്റെ എന്താ കാര്യം? ഒരു വിളിയാണത്. ഹല്ലേലൂയ. എന്താ വിളി?
ഒരു വലിയ വിളിയാണ്, ഒരു യാത്രയ്ക്കുള്ള ഒരു വിളി, ദൈവത്തിന്റെ വിളി വന്നു ഹാലില മോസസ്. അപ്പൊ ഇവരെല്ലാവരും നമ്മൾ കാണുന്നുണ്ട് ഹാലില, ഇവരെല്ലാവരും ഹാലിലിയ എന്താ പറയുക, വിശ്വാസവീരന്മാരുടെ പട്ടെ അവർക്ക് എല്ലാവർക്കും അവിടെ എന്താ വെച്ചാൽ ദൈവം പറഞ്ഞ്, ദൈവം കേട്ട്, ദൈവത്തിന് എല്ലാവരും അതിൽ ഒരു പ്രത്യേക വേദന. ഇപ്പൊ ദൈവത്തോട് കൂടെ നടക്കണം നമ്മൾ. ദൈവത്തിൽ നിന്ന് ഹാലിലിയ ദൈവം പറയുന്ന പോലെ ഒരു പടി നമ്മളിലുണ്ട് ഹാലിലിയ, അതുപോലെ ഏൽപ്പിച്ചു കൊടുക്കണം ഹാല. അതുപോലെ നമുക്കൊരു വേർപാടുണ്ട്, ഒരു വിളിയുണ്ട്, ഒരു തെരഞ്ഞെടുപ്പുണ്ട് ഹാലേലിയ. അപ്പൊ നമ്മൾ ദൈവത്തോടു കൂടെ നടക്കാൻ ആഗ്രഹിക്കണം ഹാലേലിയ. അപ്പൊ നമുക്ക് ഇവരെല്ലാവരും ഫോക്കസ് ചെയ്യുന്ന എങ്ങോട്ടെന്ന് ഒരു ചൂണ്ടുപോലെ നമുക്കൊരു ഡയറക്ഷൻ ബോർഡുണ്ട്. നമ്മളെല്ലാം ദൈവം വിളിച്ചേക്കും, ദൈവത്തിനൊരു ഡിറക്ഷൻ ഉണ്ട്. നമ്മളൊരു ഡിറക്ഷൻ ബോർഡ്, ഒരു ചൂണ്ടുപോലെ കാണിച്ചാൽ വിടുന്ന ഹാലേലിയ. അത് നമ്മൾ ഹാലേലിയ അവിടെ കയറുന്ന സ്ഥലത്ത് നമ്മൾ കാണുന്നിടത്ത് ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമാണെന്ന് അവർക്ക് അറിയാമായിരുന്നു. അന്യരും പരദേശികളാണ്, നമ്മൾ ഈ ഭൂമിയിലുള്ളതല്ല, നമുക്ക് നമ്മുടെ വാസം ഇവിടെയല്ല, നമുക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു സ്വർഗീയ ഭവനം പണി. അപ്പൊ നമ്മുടെ എല്ലാവരെയും ഫോക്കസ്, നമ്മുടെ എല്ലാം ഡിറക്ഷൻ എങ്ങോട്ടായിരിക്കും, നമ്മുടെ നാവിഗേഷൻ എങ്ങോട്ടായിരിക്കണം എന്ന് വെച്ചാൽ ആ നിത്യതയായിരിക്കണം നമ്മുടെ നാവിഗേഷൻ. അല്ലെ, നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് എടുത്ത് പോകുമ്പോൾ നമ്മൾ എവിടെയാണ് എത്തിച്ചേരേണ്ടുന്നത്, ഡെസ്റ്റിനേഷൻ എവിടെയാണ്, അതിലേക്ക് തന്നെയായിരിക്കും നമ്മളെ കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ പാഴായിപ്പോയി ഈ നടക്കുന്നതല്ല. ഹല്ലേലൂയ. അബ്രഹാമിനെ കുറിച്ച് വന്ന അബ്രഹാം ഒരു സിറ്റി കണ്ടു. അതുകൊണ്ട് എന്താ, കൂടാരം മാറ്റി മാറ്റി അടിച്ചു. അബ്രഹാം വേറെ വീട് വെച്ചില്ല. കാരണം വെച്ചാൽ അബ്രഹാം എന്താ, ദൈവത്തിന്റെ കൈപ്പടി ആയി നിർമ്മിക്കുക, അതിനു വേണ്ടിയിട്ട് കാത്തുകൊണ്ടിരുന്നു. അബ്രഹാമിനെ കുറിച്ച് നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. അടുത്ത നമ്മൾ 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-18 വരെ ഒന്ന് വായിക്കാവോ? 2 കൊരിന്ത്യർ 2 കൊരിന്ത്യർ 4:16-18 വരെ. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ മുഖാന്തരമാകുന്നു. കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ആമേൻ, ഹല്ലേലൂയ, അല്ല സോക്സ് എടുത്തോണ്ട് ഷൂകൾ വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ പറയുന്നത്, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിൽ ഞങ്ങളുടെ അകമയുള്ള നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. അപ്പം ഇത് ഏതുകൊണ്ടാ, നമ്മൾ എങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുന്ന നമുക്ക് ബോധ്യമുണ്ട്. നമ്മുടെ ലക്ഷ്യം എവിടെയാണ്, നമ്മുടെ ഫോക്കസ് എന്താണെന്ന് ബോധ്യമുള്ളത് കൊണ്ട് നമ്മൾ അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പുറമേയുള്ള ക്ഷയിച്ചു പോലെ. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യം, അത് പറയാം അത് നോടി നേരത്തേക്ക് ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയ തേജസ്സിന് നിത്യഘനം ഞങ്ങൾ കിട്ടുവാൻ ഹേതു. അപ്പം പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കഷ്ടങ്ങളുടെ പരമ്പര എത്രയാന്ന് നമ്മൾ വായിച്ച മനസ്സിലാവും. എന്തൊക്കെ കഷ്ടങ്ങൾ, ആ കഷ്ടത്തെ പറയുന്നത് നോടി നേരത്തേക്കുള്ള കഷ്ടം. അത് അത്യന്തം ഹനമായ, അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനം. അപ്പൊ നമുക്ക് വരുവാൻ പോകുന്ന ആ ഗ്ലോറി, അല്ലെങ്കിൽ അതിന്റെ കനം, അതിന്റെ ആ വലുപ്പം അറിയുമ്പോഴത്തേക്ക് ഇതൊക്കെ ഒരു നിസ്സാരമായിട്ട് കാണും. കാരണം നമ്മുടെ ഫോക്കസ്, നമ്മൾ പറഞ്ഞ പോലെ ഈ ലോകത്തുള്ളതുമല്ല. നമ്മുടെ ഫോക്കസ്, നമ്മുടെ ഡിറക്ഷൻ എങ്ങോട്ടാന്ന് ചോദിച്ചാൽ നമ്മളുടെ നിത്യതയെ കുറിച്ചാണ് ഫോക്കസ്. അത് വരാൻ പോകുന്ന ആ മഹത്വത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ ലോകത്തെ കഷ്ടമൊന്നും കഷ്ടമേ അല്ല. ഹല്ലേലൂയ. എന്നിട്ട് ഞങ്ങൾക്ക് കാണുന്നതല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ട്, കാണുന്നത് താൽക്കാലം, കാണാത്തതോ നിത്യം. അപ്പൊ ഈ ലോകത്തിൽ കാണുന്നത് നോക്കിക്കൊണ്ടല്ല ഞങ്ങളുടെ യാത്ര. കാണാത്തതൊന്നുണ്ട്, അത് നിത്യമതി. ഈ കാണുന്നതൊക്കെ താൽക്കാലം, ഒന്നുകൂടി നേരം കഴിയുമ്പോൾ ഇതൊക്കെ പോകും. ഈ ഭൂമി നമ്മൾ എത്രയൊക്കെ സമ്പാദിച്ചു കൂട്ടി, എന്തൊക്കെ ഉണ്ടാക്കുന്ന പോകുമ്പോൾ നമ്മൾ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് പക്ഷെ കാണാത്ത ഒന്നും നമുക്ക് നിത്യമായി ഉപയോഗിക്കാൻ, നിത്യമായി ലഭിക്കുന്ന ഒന്നുണ്ട്. അത് ദൈവത്തോടുള്ള വാസം. അതിനു വേണ്ടിയിട്ട് ഇവിടെ കഷ്ടമൊക്കെ സഹിച്ചാലും കുഴപ്പമൊന്നുമില്ലെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയും. അതുകൊണ്ട് തന്നെ പൗലോസ് അപ്പോസ്തലൻ ദൈവം എന്റെ കൃപ നിനക്ക് മതി, അത് ബലഹീന തികഞ്ഞു വരുമെന്ന് പറയുമ്പോൾ ആ കൃപ മതിയെന്ന് പറയാൻ കാരണം ഇവിടുത്തെ കഷ്ടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും മാറാനായിട്ടല്ല അവരാരും പ്രാർത്ഥിച്ചു. പക്ഷേ ഇവിടെ നമുക്ക് എന്നും കഷ്ടത്തിൽ കടക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. പക്ഷെ നമ്മളുടെ ഈ ലോകത്തുള്ള ചിന്തകളെക്കാട്ടി കൂടുതൽ ഇന്ന് പ്രോസ്പെരിറ്റി, ബ്ലെസ്സിങ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഓടിക്കൂടുന്ന വെച്ചാൽ നമ്മുടെ വചനത്തിൽ തന്നെ പറയുന്നു, ശവം ഉള്ളിടത്ത് കഴുക്കൾ കൂടുന്നു. അത് വെറും ശവം മാത്രമാണ്. അത് എന്ന് വെച്ചാൽ ഈ ലോകത്ത് നശിച്ചു പോകുന്ന സാധനമാണ്. നിത്യതയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒന്നുമല്ല. അപ്പം നമ്മൾ നിത്യതയിലേക്ക് നമ്മളെ എപ്പോഴും പണിഞ്ഞ് എടുത്തുന്ന നമ്മുടെ വിശ്വാസം നമ്മൾ വർദ്ധിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. വിശ്വാസത്തിന് നായകൻ നോക്കൊണ്ട് യാത്രയാണെങ്കിൽ നമുക്ക് ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസം വർദ്ധിച്ചു വരണമെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ വചനത്താലും പരിശുദ്ധാത്മാവിലാണ് നമ്മൾ പുതുക്കം പ്രാപിക്കണം, നമ്മൾ വർദ്ധിക്കണം, നമ്മൾ ബലപ്പെടണം, അകത്തെ ശക്തി
ശക്തിയോടെ ബലപ്പെടണം. ഇതെല്ലാം പറഞ്ഞു വരുന്നത് ഹാലേലിയ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്യൂരിഫിക്കേഷനൊക്കെ ദൈവം ഓരോ ദിവസം കഴിയും തോറും നടന്നുകൊണ്ടിരിക്കും. നമ്മുടെ ദൈവം സൽഗുണ പൂർണ്ണനായിരിക്കും, നമ്മൾ അങ്ങനെ ആയിത്തീരാം. ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മുടെ ഫോക്കസ്, നമ്മൾ യാത്ര എങ്ങോട്ടാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മുടെ ലക്ഷ്യം എന്താണെന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ ഓരോ ദിവസം അപ്പം നമ്മുടെ വിശ്വാസം ഇടയ്ക്കൊക്കെ ആടി ഉലയുന്നെങ്കിൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഫോക്കസ് നമ്മൾ ആരെ നോക്കി യാത്ര ചെയ്യുന്നു, നമ്മുടെ വിശ്വാസമായി മാറുന്നതുകൊണ്ട്. നമ്മുടെ വിശ്വാസമല്ല നമ്മൾ ഉണ്ടാകേണ്ടത്, ക്രിസ്തുവിന്റെ വിശ്വാസം തന്നെ നമ്മൾ വരണം. ക്രിസ്തു എങ്ങനെ കണ്ടു അത് കാണും, ക്രിസ്തു എന്ത് കേട്ട് അത് കേൾക്കണം, ക്രിസ്തു എങ്ങനെ നടന്നു അതുപോലെ നടക്കണം. കർത്താവ് യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാതൃക തന്നെ. മഹത്വത്തിന് പ്രത്യാശ ക്രിസ്തു നമ്മളിരിക്കുമ്പോൾ നമ്മൾ കർത്താവിനെ കൊണ്ട് നടക്കാനായിട്ട് ആഗ്രഹിക്കില്ല, കർത്താവ് നമ്മളെയും കൊണ്ട് നടക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവ് നടത്തുന്നിടത്തോളം നടക്കാൻ നമ്മൾ ആഗ്രഹിച്ചാൽ മതി. ദൈവത്തിന്റെ വചനത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ന് മനസ്സിലാകും. അതുപോലെ പരിശുദ്ധാത്മ വളരെ ഇമ്പോർട്ടൻസ് നമ്മുടെ ജീവിതത്തിൽ. ഈ രണ്ടുമില്ലാതെ നമുക്ക് ഒരിക്കലും ഒരു സക്സസ്ഫുള്ളി നിത്യതയിലേക്ക് നമ്മൾ എത്താൻ കഴിയും. കാരണം നിത്യതയിലേക്ക് നമ്മളെ അച്ചാരം ചെയ്തിട്ടിരിക്കുന്ന എന്താ പറയുക, പരിശുദ്ധാത്മാ നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു. ആ പരിശുദ്ധാത്മാന്റെ ഉത്തരവാദിത്തമാണ് നമ്മൾ നിത്യം. പക്ഷെ പരിശുദ്ധാത്മ ഉത്തരവാദിത്തം ആയിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മ പറയും നമ്മൾ കേട്ടനുസരിച്ച് പരിശുദ്ധാത്മ ഉത്തരവാദിത്തം എടുക്കാം, റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ പരിശുദ്ധാത്മ നടത്തുന്ന പോലെ നടക്കണം, ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് നടക്കണം. വചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ച് നമ്മൾ വളരണം. നമ്മുടെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാകണം. നമ്മൾ എന്നും ശിശുവായിരിക്കരുത്. ബാല്യക്കാരനാണെങ്കിൽ എന്താവണം, അവർ ശക്തി ഉണ്ടാകണം. ശത്രുവിനെ ജയിക്കാൻ കഴിയണം. നമ്മുടെ മുമ്പ് നിൽക്കുന്ന എതിരാളി തോൽപ്പിക്കാൻ കഴിയണം. അങ്ങനെയൊക്കെ ഓരോ ദിവസവും നമ്മുടെ ആത്മീയ ജീവിതം നമുക്കൊരു യുദ്ധമാണ്. കാരണം ചുറ്റുപാടുള്ള മനുഷ്യരോട് യുദ്ധം ചെയ്യാനല്ല നമ്മൾ പറഞ്ഞത്. നമ്മൾ ആത്മമണ്ഡലത്തിൽ നമുക്കൊരു യുദ്ധമുണ്ട്. ആ യുദ്ധം ചെയ്യണമെങ്കിൽ നമുക്ക് ശക്തി വേണം, നമ്മൾക്ക് ആയുധങ്ങൾ വേണം. ഹല്ലേലൂയ. ഇതെല്ലാം അതെല്ലാം നമ്മൾ പ്രാപിച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ ശത്രുവിന്റെ ബലത്തെ തിരിച്ചറിഞ്ഞ് തന്നെ അതിനനുസരിച്ച് നമ്മൾ ശക്തി പ്രാപിച്ച് മുന്നേറിയാൽ മാത്രമേ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ലക്ഷ്യം ഇവിടെ ഒന്നുമല്ല. നമ്മുടെ ലക്ഷ്യം അവിടെ എന്താ പറയാ, ദൈവം നമുക്ക് വേണ്ടി പണിഞ്ഞു വെച്ചിരിക്കുന്ന നിത്യതയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ആ ലക്ഷ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകാനിടയും. അതുകൊണ്ട് വിശ്വാസം പൂർത്തി യേശുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. നമ്മൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റും നോക്കാൻ നിൽക്കരുത്. അപ്പുറത്തും ഇപ്പുറത്തും നോക്കാൻ നിൽക്കല്. നമ്മുടെ ഫോക്കസ് ഒരു പാസ്റ്ററിലായിരിക്കലും, ഒരു വിശ്വാസത്തിലായിരിക്കലും, കൂട്ടുവിശ്വാസത്തിലായിരിക്കലും. ഇങ്ങനെ പറയാ, ഭാര്യ ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവിലായിരിക്കലും ഭാര്യ, ഭാര്യയിലായിരിക്കലും ഭർത്താവിന്റെ നോട്ടം. നമ്മുടെ നോട്ടം, നമ്മുടെ ഫോക്കസ് എപ്പോഴും നമുക്ക് നോക്കാൻ പറ്റുവൻ, ഫോളോ ചെയ്യാൻ പറ്റുവൻ, അത് യോഗ്യന ഒരു മാത്രമേ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെ നോക്കണം. നമ്മുടെ ഓട്ടം സ്ഥിരതയോടുകൂടാ എല്ലാവരെയും നിത്യതയെ കാണുമെന്ന് തന്നെ ആഗ്രഹിക്കുന്നതാണ് ഞാനും. ഞാൻ എന്താ പറയാ, ഓടി അതിലേക്കൊന്ന് എത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓട്ടക്കളത്തിലാണ് നമ്മളെല്ലാവരും. ഇതിനെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യം പ്രാർത്ഥിക്കുകയും വചനം പറയുകയും ഉറപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഫോക്കസ് ഒന്നും മാത്രമല്ല എങ്ങനെയും നിത്യതയിലേക്ക് എത്തുക എന്നുള്ളത്. അതിനായിട്ട് ദൈവം എല്ലാവരും സഹായിക്കുമാറാകട്ടെ. ഈ വചനത്തെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.